Welcome to Zodiac Academy. Myself Arya, faculty team Zodiac. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു അപ്ഡേറ്റഡ് വീഡിയോ പ്രസന്റേഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 2014 DMEയുടെ ചോദ്യോത്തരങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ നവംബർ വരെയുള്ള കലണ്ടർ PSC പബ്ലിഷ് ചെയ്തതിൽ നമ്മുടെ DME അതുപോലെ തന്നെ നഴ്സിംഗ് ട്യൂട്ടറിന്റെ എക്സാം കോൾ ഫോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പഠിച്ചു തുടങ്ങാൻ ഇനിയും സമയം ഇനിയും വൈകിട്ടില്ല എന്ന് അറിയുക. പഠിച്ചു തുടങ്ങുക. ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പുസ്തകത്തിന് മുന്നിൽ ചിലവാക്കുകയാണെങ്കിൽ തീർച്ചയായും എക്സാമിൽ കഴിഞ്ഞ് വരുന്ന മെയിൻ ലിസ്റ്റിൽ യു വിൽ ബി ദെയർ. ഓക്കെ, സോ അഡ്മിഷൻ എടുക്കാൻ നമ്മളോടൊപ്പം കൂടാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും സോഡിയാക് അക്കാഡമിയിലേക്ക് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ 2014 DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ആദ്യത്തെ കുറച്ച് ചോദ്യം GK ആണ്. അപ്പോൾ ആ GK എലിമിനേറ്റ് ചെയ്തിട്ടുള്ള നഴ്സിംഗ് പാർട്ട് ആയിരിക്കും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The lobe of the brain that can decode and interpret visual information. നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് വിഷ്വൽ ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്തതിനെ ബ്രെയിൻ റിയലൈസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫ്രോണ്ടൽ, പരേറ്റൽ, ടെമ്പോറൽ ലോബ് ആൻഡ് ഓക്സിപിറ്റൽ ലോബ്. അറിയുക, നമ്മുടെ ബ്രെയിനിലെ ഓരോ ലോബ്സിനും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോബ്സ് തിരിച്ചറിയാനായി ഞാനൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ വിഷ്വൽ ഇമേജസിനെ ഡീകോഡ് ചെയ്ത് റിയലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഓക്സിപിറ്റൽ ലോബാണ്. അപ്പോൾ വിഷ്വൽ ഇമേജുമായിട്ട് നമ്മുടെ നമ്മൾ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുക, അതിനെ ഡീകോഡ് ചെയ്യുക, അതിനെ സെൻസ് ചെയ്യുക, അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഓക്സിപിറ്റൽ ലോബിന്റെ ഫംഗ്ഷനാണ്. ഇനി ഫ്രോണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഫ്രോണ്ടൽ ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജ്മെന്റും അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ ബ്രോക്കാസ് ഏരിയ സ്ഥിതി ചെയ്യുന്നത് ഫ്രോണ്ടൽ ലോബിലാണ്. ബ്രോക്കാസ് ഏരിയ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ബ്രോക്കാസ് ഏരിയ നമ്മൾ അറിയേണ്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, തിങ്കിങ് പ്രോസസ്, അതായത് ഹയർ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് വൺ വേർഡിൽ പറയാം. ഓർത്തിരിക്കുക, അത് ഏത് ലോബിലാണ്? ഫ്രോണ്ടൽ ലോബിലാണ് എന്നറിയുക. പിന്നെ എന്താണ്? ടെമ്പോറൽ ലോബ് ഉണ്ട് അല്ലേ? അപ്പൊ ടെമ്പോറൽ ലോബ് എന്ന് പറയുമ്പോൾ ചെവിക്ക് മേളിലാണ് ടെമ്പോറൽ ലോബ് കാണുക. അതുകൊണ്ട് തന്നെ അറിയേണ്ടുന്ന എന്താണ്? വെർണിക്സ് ഏരിയ സ്ഥിതി ചെയ്യുന്നത് ടെമ്പോറൽ ലോബിലായിട്ടാണ് എന്നറിയുക. അപ്പോൾ നമ്മുടെ റിസപ്റ്റീവ് സ്പീച്ച് റിസീവ് ചെയ്യുക, റിസപ്റ്റീവ് സ്പീച്ച് സെന്റർ എന്ന് പറയുന്നത് ടെമ്പോറൽ ലോബാണ്. പിന്നെ ഉള്ളത് പരേറ്റൽ ലോബാണ്. നമ്മുടെ മെമ്മറിയും ബോഡി ഓറിയന്റേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പരേറ്റൽ ലോബാണ്. അപ്പൊ ഇതാണ് ബ്രെയിനിന്റെ ലോബ്സും അവയുടെ ഫങ്ഷൻസും. ഇത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് സൈക്കോളജിയിലും അനാറ്റമിയിലും സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് അനാറ്റമിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 40. ആഫ്റ്റർ ഓവുലേഷൻ കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഇൻ ദ ഓവറി റിലീസസ്. ഓപ്ഷൻസ്: പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, ആൽഡോസ്റ്റിറോൺ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക? ഓവുലേഷൻ കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്നത് പ്രൊജസ്ട്രോണും ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യാറുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ആണ്, നിങ്ങൾക്കറിയാം, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ ആ ഇനീഷ്യൽ സ്റ്റേജിൽ ആ പ്രഗ്നൻസി കീപ്പപ്പ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടത് പ്രൊജസ്ട്രോൺ ആണ്. പിന്നീടാണ് പ്ലാസെന്റൽ ഡെവലപ്പ് ചെയ്തിട്ട് പ്ലാസെന്റ അത് ടേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഈസ്ട്രോജൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ബീങ് റിലീസ്ഡ് ബൈ ദ ഓവറി ഇൻ ദ കോർപ്പസ് ലൂട്ടിയം ഇൻ ദ ഓവറി. ദെൻ ടെസ്റ്റോസ്റ്റിറോൺ, അതൊരു മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ആൽഡോസ്റ്റിറോൺ എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിലാണ് സെക്രീറ്റ് ചെയ്യുക അല്ലെ? അഡ്രീനൽ കോർട്ടെക്സില് സോണ ഗ്ലോമർലോസ സെക്രീറ്റ് ചെയ്യുന്ന ഒരു മിനറാലോ കോർട്ടിക്കോയിഡ് ഹോർമോൺ ആണ്. ആര്? ആൽഡോസ്റ്റിറോൺ. ഈ ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എപ്പോഴും BP റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യം 41. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ മാൻ? മനുഷ്യരിൽ ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഏത് എന്നാണ് ചോദ്യം. ലിവർ,
സിസ്റ്റർന മാഗ്ന, മെഡുല്ല ഒബ്ലാങ്കട്ട, ഹൈപ്പോതലാമസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഫൗണ്ടേഷൻസിലും മറ്റും നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അനാറ്റമിയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്ന ഒരു ഉത്തരവാണ്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെന്റർ ഇൻ ദ ബോഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടുന്നത്. ഇതിൽ പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ് പ്രൊഡക്ഷൻ and anterior hypothalamus is associated with heat loss. Okay, അപ്പോൾ ഈ ഹീറ്റ് ലോസ് തെർമോജെനിസിന്റെയും തെർമോലൈസിസിന്റെയും ബാലൻസിലായിരുന്നു നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ തെർമോജെനിസിസ് ആൻഡ് തെർമോലൈസിസ് എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ പോസ്റ്റീരിയർ ഹൈപ്പോതലാമസ് ആണ് ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ആന്റീരിയർ ഹൈപ്പോതലാമസ് ഹീറ്റ് ലോസുമായി ബന്ധപ്പെട്ടാണ് അറിയുക. പിന്നെ ഉള്ള അതർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഈ സിസ്റ്റർന മാഗ്ന എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയ്ക്കും സെറിബെല്ലത്തിനും ഇടയിൽ കാണുന്ന ഒരു സ്പേസിനെയാണ് സിസ്റ്റർന മാഗ്ന എന്ന് പറയുക. സോ മെഡുല്ല ഒബ്ലാങ്കട്ട ഏത് സെന്റർ ആണ്? റെസ്പിറേറ്ററിയുടെ സെന്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. മെഡുല്ല ഒബ്ലാങ്കട്ടയെ നമ്മൾ മൈലൻസെഫലോൺ എന്നും പറയാറുണ്ട് അല്ലെ. എന്താണ് മൈലൻസെഫലോൺ അഥവാ മെഡുല്ല ഒബ്ലാങ്കട്ട? ഇത് മുന്നേ ഒരു PSCയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 42. ഡോർസാലിസ് പെഡിസ് ഈസ് ദ പൾസ് ഫെൽറ്റ് ഓവർ അപ്പർ ലിം, നെക്ക്, ലോവർ ലിം ആൻഡ് ദ ട്രങ്ക്. ഏതായിരിക്കും നമ്മുടെ ഉത്തരം? നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ സയൻസ് എന്ന കണ്ടന്റിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പൾസ് അല്ലെ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ എന്നിങ്ങനെ 3 കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, സാച്ചുറേഷൻ, പെയിൻ, അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്. അതിൽ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസസ് ചെയ്യുന്നത് പൾസ് ആണ്. അപ്പോൾ പൾസ് അസസ് ചെയ്യാൻ പല ഏരിയാസ് ഉണ്ട് അല്ലേ. എവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുക? നമ്മുടെ കരോട്ടിഡ്, ദെൻ ബ്രേക്കിയൽ, ദെൻ റേഡിയൽ ഉണ്ട്, അൾനാർ ഉണ്ട്, ഫെമോറൽ, പൊപ്ലീറ്റിയൽ, ദെൻ പോസ്റ്റീരിയർ ടിബിയ ആൻഡ് ഓൾസോ ഡോർസാലിസ് പെഡിസ്. അപ്പോൾ ഡോർസാലിസ് പെഡിസ് എന്ന് പറയുമ്പോൾ ഡോർസൽ സർഫസ് ഓഫ് ദ ലിംബിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോർസാലിസ് പെഡിസ് ഫീൽ ചെയ്യുക. ഈ ഡോർസാലിസ് പെഡിസ് പൾസ് കൊണ്ട് അറിയാൻ സാധിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആർത്രോസ്ക്ലീറോട്ടിക് ഡിസീസ് ഉണ്ടെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്നത് ഡോർസാലിസ് പെഡിസ് എന്ന പൾസ് സൈറ്റിലെ പൾസ് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഡോർസാലിസ് പെഡിസ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക? ലോവർ ലിംബിലാണ് ഫീൽ ചെയ്യാൻ സാധിക്കുക. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 43. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്, നാവിന്റെ ഇൻഫ്ലമേഷനെ എന്ത് പറയും എന്നുള്ളതാണ്. ജിഞ്ചിവൈറ്റിസ്, ഗ്ലോസൈറ്റിസ്, ഹാലിറ്റോസിസ്, ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക്സ് ചോദ്യമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാവിന്റെ ഇൻഫ്ലമേഷനെ നമ്മൾ പറയുക എന്താണ്? ഗ്ലോസൈറ്റിസ് എന്നാണ് പറയുക. ഇനി ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത് ഗമ്മിന്റെ ഇൻഫ്ലമേഷനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ വായിൽ നിന്നും വരുന്ന ഒരു ഫൗൾ സ്മെല്ലിനെ നമ്മൾ എന്താ പറയുക? ഹാലിറ്റോസിസ് എന്നാണ് പറയുക. ഇനി ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസ്, നമ്മുടെ ചുണ്ടുകളുടെ അറ്റത്ത് വിണ്ട് കീറുന്നതായി കാണുന്ന കണ്ടീഷനാണ് ആംഗുലാർ സ്റ്റൊമാറ്റൈറ്റിസ്. നമ്മുടെ റൈബോഫ്ലാവിൻ അഥവാ B2വിന്റെ ഡെഫിഷ്യൻസിയിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? Angular stomatitis. So inflammation of the tongue is glossitis. Question number 44. Mantoux test is a sensitivity test for allergic disorder, tuberculosis, AIDS, bronchial asthma. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാവുന്നതാണ്. നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സോ മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്യൂബർക്യുലോസിസുമായി ബന്ധപ്പെട്ട് ട്യൂബർക്യുലോസിന് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ് അല്ലേ. സോ ബാക്കിയെല്ലാം ഡിസ്ട്രാക്ടേഴ്സ് ആണ്. എന്നാൽ എയ്ഡ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്? എലിസ ടെസ്റ്റ്. എയ്ഡ്സ് ഡിറ്റക്ട് ചെയ്യാനായി ചെയ്യുന്നു. കൺഫേം ചെയ്യാനായിട്ട് വെസ്റ്റേൺ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. വെസ്റ്റേൺ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇനി ലങ്സിന്റെ കപ്പാസിറ്റി അസസ്മെന്റിന് നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബ്രോങ്കോസ്കോപ്പി ചെയ്യാറുണ്ട്, ഇൻസെന്റീവ് സ്പൈറോമെട്രി, നമ്മുടെ ലങ്സിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ് എന്ന് അസസ് ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട്.
അതെല്ലാം പല ടെസ്റ്റുകളുണ്ട്. സോ എന്നാലും ഇവിടെ മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്യൂബർക്കുലോസിസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. ട്യൂബർക്കുലോസിസ് ഒക്കെ ഒരുപാട് ചോദ്യം വരുന്ന ഏരിയാസ് ആണ്. ഇപ്പൊ ട്യൂബർക്കുലോസിന്റെ പ്രോഗ്രാംസ് വന്ന വർഷമായാലും ട്യൂബർക്കുലോസിന്റെ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണെങ്കിലും ഒക്കെ വളരെ സ്ട്രെസ് ചെയ്ത് വളരെ ക്ലിയർ കട്ടായി നമ്മൾ പഠിച്ചു പോകേണ്ടുന്ന ടോപ്പിക്സ് ആണ്. അടുത്ത ചോദ്യം 45. ദ ക്യാരക്ടറിസ്റ്റിക് ഫീവർ ഫൗണ്ട് ഇൻ ടൈഫോയിഡ് ഈസ്. ടൈഫോയിഡിൽ കാണുന്ന പ്രത്യേക തരം പനി ഏത് എന്നുള്ളതാണ്. സോ ടൈഫോയിഡിൽ കാണുന്ന ഫീവറിനെ നമ്മൾ എന്താ പറയുക, സ്റ്റെപ്പ് ലാഡർ ഫീവറിലാണ് കാണുക. അപ്പൊ അതിന്റെ ഒരു ഫീവറിന്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ലൈക്ക് ഫാഷൻ. സോ സ്റ്റെപ്പ് ലാഡർ ഫാഷനിൽ കാണുന്ന ഫീവറിനെ ടൈഫോയിഡ് ഫീവറിലാണ് കാണാൻ സാധിക്കുക. ഇനി ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇന്റർമിറ്റന്റ് ഫീവർ ഉണ്ട് അല്ലെ. ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മലേറിയ, കാല ആസാർ തുടങ്ങിയ കണ്ടീഷനിൽ കാണുന്ന ഒരു തരം ഫീവറാണ് എന്ത്, ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുക. സോ ഇന്റർമിറ്റന്റ് ആയിട്ട് ഫോൾ ആൻഡ് റൈസ്, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, പിന്നെ ബാക്ക് ടു നോർമൽ വരുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നു, ബാക്ക് ടു നോർമൽ വരുന്നു. ഇത്തരത്തിൽ കാണുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുന്നു. അത് കാണുന്ന കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. ഇനി റിലാപ്സിംഗ് ഫീവർ. അപ്പൊ റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുമ്പോൾ ബൊറേലിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഫീവർ ആണ് റിലാപ്സിംഗ് ടൈപ്പ് ഓഫ് ഫീവർ. അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്ക് കുറച്ച് നേരം ടെമ്പറേച്ചർ, അതായത് 1 or 2 days ടെമ്പറേച്ചർ വിൽ ബി മാക്സിമം, ദെൻ ഇറ്റ് വിൽ കംസ് ടു നോർമൽ എഗെയിൻ, ഓർ നോർമൽ ആ സബ് നോർമൽ പോകാം. എഗെയിൻ 2-3 days ഇറ്റ് വിൽ ബി എന്തുവാണ്, നോർമലായി കാണപ്പെടുന്നു. എഗെയിൻ ദ ടെമ്പറേച്ചർ വിൽ പീക്ക്. ഇത്തരത്തിൽ കാണുന്ന ഫീവറിനെ റിലാപ്സിംഗ് ഫീവർ എന്നാണ് പറയുക. പിന്നെ എന്താണുള്ളത്, കണ്ടിന്യൂസ് ഫീവർ അല്ലെ. അപ്പൊ കണ്ടിന്യൂസ് ഫീവർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ എങ്കിൽ, സോ കണ്ടിന്യൂസ് ഫീവറിൽ നമുക്ക് എന്തായിരിക്കും വ്യത്യാസം കാണാൻ സാധിക്കുക? So here the temperature will be like this. So about 2 ഡിഗ്രിയിൽ കൂടി നിൽക്കുന്ന ഫീവർ കണ്ടിന്യൂസ് ആയി നോർമൽ ലൈനിനെക്കാട്ടിലും 2 ഡിഗ്രി റേസ് ചെയ്താണ് ടെമ്പറേച്ചർ നിൽക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ഫീവർ. അപ്പൊ ഇത് കാണുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? സോ ഇത് നമുക്ക് കാണാൻ സാധിക്കുക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാലോ, ഒരു പേഷ്യൻറ്റിന് ലോബാർ നിമോണിയയാണ്, ഓക്കെ, നിമോണിയ കണ്ടീഷൻ ആണ് എങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക കണ്ടിന്യൂസ് ഫീവർ ആണ്. അപ്പൊ നമ്മളിപ്പോൾ തന്നെ ഒരു 4 ടൈപ്പ് ഓഫ് ഫീവറും അത് ഏതൊക്കെ കണ്ടീഷനിൽ കാണുന്നു എന്നും പഠിച്ചു അല്ലേ. അപ്പൊ ടൈഫോയിഡ് ഫീവറിൽ കാണുന്നത് സ്റ്റെപ്പ് ലാഡർ ഫാഷനിലുള്ള ഫീവർ ആണ്. കണ്ടിന്യൂസ് ഫീവർ കാണുക യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സെപ്റ്റിസീമിയ, ലോബാർ നിമോണിയ, ഇത്തരം കണ്ടീഷനിൽ കാണുന്നത് കണ്ടിന്യൂസ് ഫീവർ ആണ്. അപ്പൊ കണ്ടിന്യൂസ് ഫീവറിന്റെ വ്യത്യാസം എന്താണ്? ടെമ്പറേച്ചർ വിൽ ബി മോർ ദാൻ നോർമൽ, 2 ഡിഗ്രിയിൽ കൂടുതൽ കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ കൂടി തന്നെ നിന്നാൽ അതിനെ കണ്ടിന്യൂസ് ഫീവർ എന്ന് പറയാം. ഇനി റിലാപ്സിംഗ് ഫീവർ എന്ന് പറയുമ്പോൾ ബൊറേലിയ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസിൽ ഡിസീസസിൽ കാണുന്നത് എന്ത് ഇൻഫെക്ഷൻ, റിലാപ്സിംഗ് ഫീവർ ആണ്. സോ pattern of fever നോക്കിക്കഴിഞ്ഞാൽ fever will be peak for 2 or 3 days, then it will come to normal, again the fever will be back to the peak for 2 or 3 days. Then intermittent fever ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, spiking of temperature then and there, അതിനെയാണ് intermittent fever എന്ന് പറയുക. ഇനി അടുത്തത് 46ാമത്തെ ചോദ്യം, vastus lateralis is a site of. അപ്പോൾ vastus lateralis നമുക്കറിയാം കുട്ടികളിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക വാസ്റ്റസ് ലാറ്ററാലിസ് എന്ന സൈറ്റ് ആണ് അല്ലേ. നിരവധി തവണ PSCയിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വാസ്റ്റസ് ലാറ്ററാലിസ് എന്നുള്ളത്. വാസ്റ്റസ് ലാറ്ററാലിസ് ഈസ് എ സൈറ്റ് ഓഫ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് ആണ്. ഇനി ഇഞ്ചക്ഷൻസ് ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു ചോദ്യമെങ്കിലും കാണാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇഞ്ചക്ഷൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇഞ്ചക്ഷൻസിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ്റെ ആംഗിൾ ഓഫ് ഇൻസേർഷൻ എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസേർഷൻ 90 ഡിഗ്രിയിലാണ് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യുന്ന ഗോജ് എന്ന് പറയുന്നത് 23 ഗോജ് നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യാം. എത്ര വോളിയം നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം? 5 ml ആണ് നമുക്ക് മാക്സിമം ഇൻട്രാമസ്കുലർലി കൊടുക്കാൻ സാധിക്കുക. ഇൻട്രാമസ്കുലർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സൈറ്റ് ആണുള്ളത്? ഗ്ലൂട്ടിയസ് മാക്സിമസിലും കൊടുക്കാറുണ്ട്, ഡെൽറ്റോയിഡിലും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഡെൽറ്റോയിഡിൽ 5 ml ഒന്നും പറ്റില്ല. ഡെൽറ്റോയിഡിൽ ഒരു 2 ml ഒക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അപ്പൊ ഇതുപോലെ ഓരോ സൈറ്റിനും നമ്മൾ പഠിക്കണം. ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് ഉണ്ട്,
അപ്പോൾ ഇൻട്രാവീനസ് എന്ന് പറയുമ്പോൾ 15 ഡിഗ്രി ആംഗിളിലായിരിക്കും നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഇൻട്രാഡെർമൽ ഉണ്ട്. അപ്പോൾ ഇൻട്രാഡെർമലിന് നമ്മൾ ഓരോന്നിനും ആംഗിൾ ഓഫ് ഇൻസേർഷനും അതിൻ്റെ ഡീറ്റെയിൽസും VIP സ്കോർ എന്ന് നിങ്ങൾ പഠിക്കും, അതും എല്ലാം നമ്മൾ അറിയണം. ഇനി 47ാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയാസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഈസ് നോൺ ആസ് പൾസ് ഡിഫറൻസ്, കാർഡിയാക് പ്രഷർ, സിസ്റ്റോളിക് പ്രഷർ, പൾസ് പ്രഷർ. എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇവിടെ ആൻസർ വരിക പൾസ് പ്രഷർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. അപ്പൊ സിസ്റ്റോളിക് BPയും ഡയാസ്റ്റോളിക് BPയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നതിനെ പൾസ് പ്രഷർ എന്നാണ് പറയാ. അപ്പൊ ഇതിനോട് സിമിലാരിറ്റി വരുന്ന മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. എന്താണ്? പൾസ് ഡെഫിസിറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൾസ് ഡെഫിസിറ്റ്. വാട്ട് ഈസ് ഇറ്റ്? പൾസ് ഡെഫിസിറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് നമ്മുടെ പൾസിൽ വരുന്ന കാര്യമാണ്. ദെൻ സിസ്റ്റോളിക് പ്രഷർ. സോ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന പ്രഷറിനെ സിസ്റ്റോളിക് BP എന്നും, എന്നാൽ ഹാർട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷറിനെ ഡയാസ്റ്റോളിക് പ്രഷർ എന്നുമാണ് പറയുക. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്താണ്? പൾസ് പ്രഷർ ആണ് കറക്റ്റ് ഉത്തരം. വേർ ഈസ് കാർഡിയാക് സ്പിഞ്ചർ ലൊക്കേറ്റഡ്? അടുത്ത ചോദ്യം. സോ ഹാർട്ട്, ലങ്സ്, ലിവർ, സ്റ്റൊമക്, ഇതിൽ എവിടെയാണ് കാർഡിയാക് സ്പിഞ്ചർ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ നമുക്ക് എല്ലാവർക്കും സ്റ്റൊമക്കിന്റെ ഒരു സ്ട്രക്ചർ അറിയാം അല്ലേ? ഒരു J ഷേപ്ഡ് മസ്കുലർ ഓർഗൻ ആണ് എന്ത്? സ്റ്റൊമക് എന്ന് പറയുന്നത്. സോ അതുപോലെ നമ്മുടെ A1 റാങ്ക് ഫയലിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് പോലീസ്മെൻ ഓഫ് സ്റ്റൊമക് എന്ന് കരുതുന്നത് ഏത് ഭാഗത്തെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പോലീസ്മെൻ ഓഫ് സ്റ്റൊമക് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഗ്രേറ്റർ ഒമൻഡം. ഗ്രേറ്റർ ഒമൻഡത്തിനെയാണ് പോലീസ്മെൻ ഓഫ് സ്റ്റൊമക് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റൊമക്കില് 2 സ്പിഞ്ചേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? വൺ ഈസ് പൈലോറിക് സ്പിഞ്ചർ ആൻഡ് അനദർ ഈസ് one is cardiac sphincter and another is pyloric sphincter. അപ്പോൾ cardiac sphincter ഉണ്ട്, pyloric sphincter ഉണ്ട്. ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് വരുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്ന കാർഡിയാക് സ്പിഞ്ചറും, സ്റ്റൊമക്കിൽ നിന്നും ഭക്ഷണം ഡിയോഡിനത്തിലേക്ക് പോകുമ്പോൾ റിഫ്ലക്സ് ഉണ്ടാവാതെ കൺട്രോൾ ചെയ്യുന്നത് പൈലോറിക് സ്പിഞ്ചറുമാണ്. ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒരു ദിവസം സ്റ്റൊമക്ക് എത്രയാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക? 2 ലിറ്റർ ആണ് സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ ഇതുപോലെ ഓരോ സ്ട്രക്ചറിൻ്റെയും വെയിറ്റ് അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻസ്, അവയുടെ ഷേപ്പ്, അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ തിയറിയിൽ നമ്മുടെ ടീച്ചേഴ്സ് അത് പറഞ്ഞു തരും. ക്വസ്റ്റ്യൻ നമ്പർ 49, ട്യൂണിക്ക അഡ്വാൻറ്റീഷ്യ ഈസ് എ ലെയർ ഓഫ് ടെസ്റ്റിസ്, ബ്ലഡ് വെസൽസ്, യൂട്രസ്, ലങ്സ്. അപ്പൊ ഏതിന്റെ ലെയർ ആയിട്ടാണ് ട്യൂണിക്ക അഡ്വാൻറ്റീഷ്യ നമ്മൾ അറിയേണ്ടുന്നത്? ബ്ലഡ് വെസലിന്റെ ലെയർ ആണ് എന്ത്? ട്യൂണിക്ക അഡ്വാൻറ്റീഷ്യ. അപ്പോൾ ബ്ലഡ് വെസലിന് 3 ലെയർ ആണുള്ളതെന്ന് അറിയാം. ഒന്ന് ട്യൂണിക്ക അഡ്വാൻറ്റീഷ്യ, ഔട്ടർ ലെയർ ആണ്. അടുത്തത് ട്യൂണിക്ക മീഡിയ, മിഡിൽ മോസ്റ്റ് ലെയർ ആണ്. ദെൻ ട്യൂണിക്ക ഇൻഡിമ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ട്യൂണിക്ക ഇൻഡിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ലെയർ ആണ് ഒരു ബ്ലഡ് വെസൽ എടുത്ത് നമ്മൾ അതിൻ്റെ എന്തുവാണ് ക്രോസ് സെക്ഷൻ പഠിച്ച് കാണാൻ സാധിക്കുക. ട്യൂണിക്ക അഡ്വാൻറ്റീഷ്യ, ട്യൂണിക്ക മീഡിയ ആൻഡ് ട്യൂണിക്ക ഇൻഡിമ. ഇനി യൂട്രസിന്റെ ലെയർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം അല്ലേ? അങ്ങനെ 3 ലെയർ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇനി ലങ്സ് എടുത്ത് നോക്കിയാൽ ലങ്സിന്റെ ലെയേഴ്സ് ഏതൊക്കെയാ? ഒരു വിസറൽ പ്ലൂറ ഉണ്ട് അല്ലേ? വിസറൽ പ്ലൂറ ഉണ്ട്, പരൈറ്റൽ പ്ലൂറ ഉണ്ട്. അപ്പൊ വിസറൽ പ്ലൂറയ്ക്കും പരൈറ്റൽ പ്ലൂറയ്ക്കും ഇടയ്ക്ക് കാണുന്ന സ്പേസിനെ നമ്മൾ എന്ത് പറയും? പ്ലൂറൽ സ്പേസ് എന്ന് പറയും അല്ലേ? അപ്പൊ അതിന് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എത്രയാണ് അവിടെ കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ എമൗണ്ട് എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. 10 to 20 ml ഓഫ് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ഇൻ ദ പ്ലൂറൽ സ്പേസ്. അപ്പൊ പെരികാർഡിയൽ സ്പേസിലും കളക്ട് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓരോന്നും പോയിന്റ്സ് ആണ്, എടുത്തെടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒന്നാണ്. ദെൻ ടെസ്റ്റിസിനാണെങ്കിലും
ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, ട്യൂണിക്ക വാസ്കുലോസ, ട്യൂണിക്ക ആൽബുജിനിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത 50ാമത്തെ ചോദ്യം, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സ്കർവി. സ്കർവി നമുക്കറിയാം ഏത് വൈറ്റമിൻ ഡെഫിസിറ്റ് ആവുമ്പോഴാണ്, വൈറ്റമിൻ സി ഡെഫിസിറ്റ് ആവുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് സ്കർവി. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വൈറ്റമിൻ, ഒരു മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വൈറ്റമിൻ ആണ്. അതായത് ഒന്ന് ചൂട് തട്ടിയാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ. 2 വൈറ്റമിൻസ് ആണ് എന്താണ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണത്? വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി അല്ലെ, ബി കോംപ്ലക്സ് എന്ന് പറയണം. വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് വൈറ്റമിൻ സി, അഥവാ എന്താ മറ്റൊരു പേര് എന്താണ്? അതും ചോദിച്ചിട്ടുണ്ട്. അസ്കോർബിക് ആസിഡ് എന്നാണ് അതിന്റെ മറ്റൊരു പേര്. സോ അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സി വളരെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഒന്ന് ചൂട് തട്ടിയാൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒന്നാണ് സ്കർവി എന്ന ഡിസോർഡർ. വേർ യു ക്യാൻ സി വിംബർഗ് സൈൻ. അപ്പൊ അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിംബർഗ് സൈൻ കാണുന്ന കണ്ടീഷൻ ഏതിലാണ്? അത് സ്കർവിയിലാണ് കാണാൻ സാധിക്കുക. ഇനി വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആയാൽ കാണുന്ന എന്താണ്? റിക്കറ്റ്സ് എന്ന അസുഖമാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ വലിയ ആൾക്കാരിലോ? വലിയ ആൾക്കാരിൽ ഓസ്റ്റിയോ മലേഷ്യ എന്നാണ് പറയുക. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബി കോംപ്ലക്സ് ആണ്, ഒരുപാട് അസുഖങ്ങളാണ്. ഓരോ വൈറ്റമിൻ B1, B2, B3 നമ്മൾ പലതും അറിയണ്ട, അപ് ടു B12 വരെയുള്ള ഇതിന്റെ ഡെഫിഷ്യൻസീസ് അറിയണം. ഇനി വൈറ്റമിൻ എ. വൈറ്റമിൻ എ എപ്പോഴും കൂടുതലായി നമ്മൾ അറിയേണ്ടുന്നത് നമ്മുടെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടാണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അറിയേണ്ടുന്നത്. എടുത്തു പറയേണ്ടുന്ന ഒരു ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത് കെരാറ്റോ മലേഷ്യ, ലിക്വിഫിക്കേഷൻ ഓഫ് ദ കോർണിയ എന്നാണ് പറയുക. സോ കണ്ണ് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളാണ് വൈറ്റമിൻ എ ഡെഫിസിറ്റ് ആയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് നമ്മൾ ഒരുപാട് ഡീറ്റെയിലിംഗ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. വൈറ്റമിൻ എയുടെ മറ്റൊരു പേര് എന്താണ്, വൈറ്റമിൻ ഡിയുടെ മറ്റു പേരുകൾ, അപ്പോൾ എല്ലാത്തിനും ഓരോ സിനോണിംസും ഒക്കെ ഉണ്ട്. നമ്മുടെ തിയറിയിൽ നമുക്ക് കവറപ്പ് ചെയ്യാം. ഇവിടെ നമ്മുടെ ആൻസർ ക്ലിയർ ആണല്ലോ, സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാവുക. അടുത്ത 51ാമത്തെ ചോദ്യം, ആന്റിഡോട്ട് ഓഫ് ഓർഗാനോഫോസ്ഫറസ് പോയിസണിംഗ് ഈസ് അഡ്രിനാലിൻ, ഡോപ്പമൈൻ, അട്രോപ്പിൻ, സോഡിയം ബൈകാർബണേറ്റ്. ഓർഗാനോഫോസ്ഫറസ് പോയിസണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൊടുക്കേണ്ടുന്ന ആന്റിഡോട്ട്? ഫാർമക്കോളജി പഠിക്കുമ്പോൾ മെഡിക്കേഷൻസും ഡിസീസസും അതിൻ്റെ ആന്റിഡോട്ട്സും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഒരുപാട് ഡ്രഗ്സും അതിൻ്റെ ആന്റിഡോട്ട്സും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓർഗാനോഫോസ്ഫറസ് പോയിസണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാൻ സാധിക്കുക? അട്രോപ്പിനാണ് കൊടുക്കാൻ സാധിക്കുക. അട്രോപ്പിൻ ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ് അല്ലേ. സോ അട്രോപ്പിൻ കൊടുക്കാം, അല്ലെങ്കിൽ പ്രാലിഡോക്സിൻ കൊടുക്കാം. അപ്പോൾ അട്രോപ്പിൻ തന്നെ ടോക്സിസിറ്റി ആയി കഴിഞ്ഞാൽ, അട്രോപ്പിൻ ടോക്സിസിറ്റി വന്നാൽ നിങ്ങൾ എന്ത് ഡ്രഗ് കൊടുക്കും? അട്രോപ്പിൻ ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കേണ്ടുന്നത്? അട്രോപ്പിൻ ഫെൻഡോളമൈൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട് അല്ലെ. സോഡിയം ബൈകാർബണേറ്റ് ഞാൻ മുന്നേ കഴിഞ്ഞ ഒരു എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞതാണ്. സാലിസിലേറ്റ് ടോക്സിസിറ്റി, അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുക? സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കുക. ദെൻ അഡ്രിനാലിൻ അഥവാ എമർജൻസി ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. എമർജൻസി സിറ്റുവേഷൻസിൽ ഇമ്മീഡിയറ്റ് അനാഫിലാറ്റിക് റിയാക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് കൊടുക്കുക അഡ്രിനാലിനാണ് കൊടുക്കുക. അതിൻ്റെ കോൺസെൻട്രേഷനും എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ അറിയണം. ഓക്കെ, അതൊന്നും ചെറിയൊരു ടൈം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല. നമുക്ക് എന്തായാലും തിയറിയിൽ നമുക്ക് പഠിക്കാം. അടുത്ത 52ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ചർ ഇൻ വിച്ച് ബോൺ ഈസ് ഷാറ്റേർഡ് ഇൻ ടു ന്യൂമറസ് ഫ്രാഗ്മെന്റ്സ്. ബോൺസ് എന്താ ചെയ്യാണ്? ഷാറ്റർ ഇൻ ടു ന്യൂമറസ് സെഗ്മെന്റ്സ് ആവുകയാണ്. എന്താണ് എക്സാമ്പിൾസ്? അവൽഷൻ ഫ്രാക്ചർ, കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ, ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ ആൻഡ് സ്പൈറൽ ഫ്രാക്ചർ. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് അറിയണം അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ ആണ്. കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എങ്ങനെയായിരിക്കുക? ഇപ്പൊ നമ്മുടെ ഇത് ഫ്രാക്ചർ ബോൺ ആണേൽ, ഓക്കെ, സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്. ഫ്രാക്ചർ ബോൺസ് വിൽ ബി ലൈക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടാവില്ല, ബട്ട് ഫ്രാക്ചർ ആയി അതങ്ങനെ കംപ്രസ് ആയിരിക്കുന്ന ടൈപ്പാണ് കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ.
ഇനി സ്പൈറൽ ഫ്രാക്ചർ ഉണ്ട് അല്ലേ. അപ്പൊ സ്പൈറൽ ഫ്രാക്ചറിൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് കാരണമാണ് ഫ്രാക്ചർ വരുന്നത്. ഓക്കെ, ഒരു ഷിയർ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് കാരണം ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറയാം. ഇനി ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ. ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ എവിഡന്റ് ആണ്. സോ ഒരു ഫ്രാക്ചർ ഉണ്ടായി, അത് അതിൻ്റെ സ്ഥലത്ത് നിന്നും, അതായത് ഒറിജിനൽ അനാറ്റമിക്കൽ പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ് ആയിരിക്കുന്നതിന് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് പറയാം. പിന്നെ ഉള്ളത് അവൽഷൻ ഫ്രാക്ചർ ആണ്. സോ അവൽഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗിൾസിലൊക്കെ കാണാൻ സാധിക്കുന്ന, കാലിൻ്റെ ആംഗിളിൽ കാണാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ആണ്. ഒരു ഫ്രാക്ചർഡ് പാർട്ട് അതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചറിൽ നിന്ന് മാറി ടെൻഡനിലോട്ടോ ലിഗമെന്റിലോട്ടോ ചേർന്ന് കാണുന്നതിനെ നമുക്ക് എന്ത് പറയാം? അവൽഷൻ ഫ്രാക്ചർ എന്ന് പറയാം. അപ്പൊ ഇതാണ്. ഇത് മാത്രമല്ല, ഫ്രാക്ചറിന്റെ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ആസ് സച്ച് നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണുക, എഴുതിയെടുക്കുക. ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഓരോ ഫ്രാക്ചറും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾസിലുള്ളത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അവൽഷൻ ഫ്രാക്ചർ എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ദ ബോൺ വിൽ ബി split and towards the ligament or a tendon, whereas in comminuted fracture the fractured part will be compressed in between the two continuity of the bone. Then displaced fracture, the bone will be fractured bone will be displaced from the normal anatomical position. Spiral fracture happens due to any twisting force in the bone. Question number 53, പൊട്ടാസ്യം ഇൻടേക്ക് ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ. ഏത് കണ്ടീഷനിലാണ് പൊട്ടാസ്യം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടുന്നത്? ലിവർ ഫെയിലുവർ, കാർഡിയാക് ഫെയിലുവർ, ലങ് ഫെയിലുവർ, റീനൽ ഫെയിലുവർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ചോദ്യവും കൂടെയാണ്. നമ്മുടെ റീനൽ സിസ്റ്റം ഫെയിലുവർ വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടുന്നത്? പൊട്ടാസ്യം ഇൻടേക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടുന്നത്. എന്നാൽ കാർഡിയാക് ഫെയിലുവർ ആണെങ്കിലോ നമ്മളവിടെ സോഡിയം റെസ്ട്രിക്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? സോഡിയം ഹൈപ്പർ ടെൻഷൻ, നമ്മൾ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട്. സോ നമ്മളെപ്പോഴും കാർഡിയാക് ഫെയിലുവർ വന്നാൽ സോഡിയം റെസ്ട്രിക്ഷനും പൊട്ടാസ്യം ഇൻടേക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് റീനൽ ഫെയിലുവറിന്റെ കണ്ടീഷനുമാണ്. 54, which of the following is a risk factor for the development of breast cancer? ബ്രസ്റ്റ് ക്യാൻസർ ഡെവലപ്മെന്റിന്റെ റിസ്ക് ഫാക്ടർ ഏത് എന്നുള്ളതാണ് ചോദ്യം. നോ pregnancies, early first pregnancy, late menarche and late early menopause. ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ക്യാൻസർ പഠിക്കുമ്പോൾ ട്യൂമർ മാർക്കേഴ്സും സ്റ്റേജസ് ഓഫ് ട്യൂമർ മറ്റും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു സ്ത്രീയുടെ ഏജ്, രണ്ട് അവരുടെ ഹെറിഡിറ്ററി പാരമ്പര്യം ഒരു ഫാക്ടറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇനിയും ഇവർക്ക് തന്നെ എന്തെങ്കിലും പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ട് എങ്കിൽ റെക്കറൻ്റായി വന്നുകൂടായികയില്ല. പിന്നെ നള്ളി പാരിറ്റി, സോ അതായത് പ്രഗ്നൻ്റ് ആയിട്ടില്ലാത്ത ഒരു സ്ത്രീക്കാണെങ്കിൽ, സോ അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ, നോട്ട് പ്രഗ്നൻസീസ്. ദെൻ ലേറ്റ് മെനോപാസ് ആൻഡ് ഏർലി മെനാർക്കി. വളരെ നേരത്തെ മെൻസ്ട്രുവൽ സൈക്കിൾ വന്ന ഒരു വ്യക്തിക്കും വളരെ ലേറ്റ് ആയിട്ട് മെൻസ്ട്രുവൽ സൈക്കിൾ നിൽക്കുന്ന ഒരു സ്ത്രീക്കും. അപ്പൊ ഇത്രയും ആൾക്കാർക്കാണ് എന്തുണ്ടാവാൻ സാധ്യത കൂടുതൽ? ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതൽ. ഏതൊക്കെയാണ്? ഏജ്, ഹെറിഡിറ്ററി, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, നള്ളിപ്പാര, ലേറ്റ് മെനോപാസ് ആൻഡ് ഏർലി മെനാർക്കി. അപ്പോൾ ഇനിയും ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതായത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ആപ്റ്റ് ടൈം ഏതാണ്? മെൻസ്ട്രുവൽ സൈക്കിൾ കഴിഞ്ഞ് 7 അല്ലെങ്കിൽ 10 ദിവസത്തിനായിരുന്നു നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടുന്ന ആപ്റ്റ് ടൈം. അതുപോലെ തന്നെ മാസ്റ്റക്ടമി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് എങ്ങനെയായിരിക്കണം പൊസിഷൻ എന്നും മറ്റുമൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. ഐ തിങ്ക് ഇതിൽ തന്നെ നമുക്കൊരു ചോദ്യമുണ്ട്, ഇനി അപ്കമിങ് സ്ലൈഡിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ക്ലിയർ ആയല്ലോ. those women who had not got pregnant is at higher risk for developing a breast cancer. അടുത്ത ചോദ്യം, small painful knots on fingers and toes called oscillus knots are seen in. ഓസ്ലസ് നോട്ട്സ് കാണുന്ന കണ്ടീഷൻ ഏതാണ്? അപ്പൊ ഒരുപാട് പ്രാവശ്യം ഇതും ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഈസ് ഇറ്റ് ഇൻ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ഓർ ഇസ് ഇറ്റ് ഇൻ കാർഡിയോമയോപ്പതി? ഏട്രിയൽ ഫിബ്രിലേഷനിലാണോ അതോ വെൻട്രിക്കുലർ ഫിബ്രിലേഷനിലാണോ? എവിടെയാണ് നമുക്കിത് കാണാൻ സാധിക്കുക? അപ്പോൾ ഈ ഓസിലേഴ്സ് നോഡ് കാണാൻ സാധിക്കുക ഏതാ? ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലാണ്. അപ്പം നമ്മളൊരു മൊത്തം സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ പഠിക്കണം.
ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലും അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് എന്ത്? ഡ്യൂക്സ് ക്രൈറ്റീരിയ. സോ മോഡിഫൈഡ് ഡ്യൂക്സ് ക്രൈറ്റീരിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. അപ്പൊ അത് ഓർത്ത് വെക്കാനായിട്ട് ഞാനൊരു നിമോണിക് ഇവിടെ കോട്ട് ചെയ്യുവാണ്. ദാറ്റ് ഈസ് JR is equal to no fame. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ നമ്മൾ അറിയണം. എന്താണ്? J stands for Janeway lesions. R for Roth spot. അപ്പോൾ റോത്ത് സ്പോട്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റോത്ത് സ്പോട്ട്, റെഡ് സ്പോട്ട് കാണുന്ന കണ്ടീഷൻ ഏതാണ്? അതൊക്കെ നമുക്ക് ഓരോ കണ്ടീഷനിലാണ് അത് പഠിക്കണം. റോത്ത് സ്പോട്ട് കാണുന്നത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസിലാണ്. ഇനി അടുത്തത് N for splinter hemorrhage in nail buds. Then O for oscillus node. And these are the major criteria. ഇതെല്ലാം മേജർ ക്രൈറ്റീരിയയിലുള്ള കാര്യങ്ങളാണ്. ഇനി മൈനർ ക്രൈറ്റീരിയയിൽ വരുന്നതാണ് എന്തൊക്കെ? മൈനർ ക്രൈറ്റീരിയയിൽ വരുന്നതാണ് ഫീവർ, അനീമിയ, മർമർ and one more, that is emboli. So this comes in the minor criteria. അപ്പോൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് നമ്മുടെ ബാക്ടീരിയൽ അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഒരു ഹാർട്ട് വാൽവ്സിന് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. അവിടെ നമ്മൾ അറിയേണ്ടതാണ് മോഡിഫൈഡ് ഡ്യൂ ക്രൈറ്റീരിയ. അവിടെ മേജർ ആൻഡ് മൈനർ ക്രൈറ്റീരിയ ഉണ്ട്. മേജർ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ വരുന്ന എന്തൊക്കെയാണ്? ജാൻവി ലീഷൻ, റോത്ത് സ്പോട്ട്, സ്പ്ലിന്റർ ഹെമറേജ് ഇൻ ദ നെയിൽ ബഡ്സ് ആൻഡ് ഓസിലേഴ്സ് നോട്ട്സ്. ഓസിലേഴ്സ് നോട്ട്സ് എവിടെയൊക്കെയാണ് കാണുന്നത്? പെയിൻഫുൾ നോട്ട്സ് ആണ്. ഫിംഗേഴ്സിലും ടോസിലും കാണുന്നതാണ് ഓസിലേഴ്സ് നോട്ട്സ്. ദെൻ മൈനർ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഫീവർ, അനീമിയ, മർമർ ആൻഡ് എംബോളൈ. സോ ഈ ഒരു നിമോണിക് പഠിച്ചു വെച്ചെങ്കിലും നിങ്ങൾ ഈ എന്തൊക്കെയാണ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് അല്ലെങ്കിൽ ഡ്യൂക്സ് ക്രൈറ്റീരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെഡിങ്സ് എന്ന് അറിയുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ റുമാറ്റിക് ഫീവറിലും നിങ്ങൾ ജോൺസ് ക്രൈറ്റീരിയ പഠിക്കും. കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവറിലും നമ്മൾ എന്താണ് നാഡസ് ക്രൈറ്റീരിയ പഠിക്കും. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഒരുപാട്, ഇപ്പൊ ക്രാമർ ക്രൈറ്റീരിയ, ജോണ്ടിസിന് നമ്മൾ അറിയണം. അപ്പോൾ ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മുടെ ഒരു ത്രൂ ഔട്ട് നമ്മുടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നതായിട്ടുണ്ട്. ഇനി അടുത്ത 56ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് ലീത്തൽ അരിത്തീമിയ? മോസ്റ്റ് ലീത്തൽ അരിത്തീമിയ എന്ന് പറയുന്നത് ഏതാണ്? വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, സൈനസ് അരിത്തീമിയ, ഏട്രിയൽ ഫിബ്രിലേഷൻ ആൻഡ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ VF ആൻഡ് പൾസ്ലെസ് VT ഇതിന് രണ്ടിനുമാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഡിഫിബ് കൊടുക്കുക. അപ്പോൾ ഇവിടെ VF വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണ് മോസ്റ്റ് ലീത്തൽ ആയിട്ടുള്ള അരിത്തീമിയ. അതായത് നമ്മൾ എമർജൻസി നമ്മൾ എന്ത് വിളിക്കും? കോഡ് ബ്ലൂ വിളിക്കുന്ന കണ്ടീഷനാണ്. നമുക്ക് ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഷോക്ക് കൊടുക്കുക, ഡിഫിബ് കൊടുക്കുക. ഇതിനോടൊപ്പം നമ്മൾ പേഷ്യനെ റിവേർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട മെഡിക്കേഷൻസും മറ്റും സ്റ്റാർട്ട് ചെയ്യുക. സോ VF ആൻഡ് പൾസ്ലെസ് VTക്കാണ് ഡിഫിബ് കൊടുക്കുന്നതെന്നും കൂടെ അറിയുക. ഇനി അടുത്ത ചോദ്യം 57, ക്ലാസിക്കൽ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ഈസ് സീൻ ഇൻ പേഷ്യൻസ് വിത്ത്. ഏത് തരം പേഷ്യൻസിലാണ് ബാരൽ ചെസ്റ്റ് കാണാൻ സാധിക്കുക? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ, പൾമണറി എഫ്യൂഷൻ, COPD, ബ്രോങ്കെക്ടാസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട റെസ്പിറേറ്ററിയിൽ ഒരു കണ്ടീഷനാണ് എന്ത്? COPD. അപ്പോൾ COPD കണ്ടീഷൻസിലാണ് ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ? നോർമൽ എന്ന് പറയുന്നത് നോർമൽ ആൻഡ്രോ പോസ്റ്റീരിയർ ലാറ്ററൽ ചെസ്റ്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1:2 ആണ്. എന്നാൽ ബാരൽ ചെസ്റ്റ് എന്ന കണ്ടീഷൻ വരുമ്പോൾ അവിടെ എത്രയായി മാറുന്നു? ആൻഡ്രോ പോസ്റ്റീരിയർ ലാറ്ററൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 1:1 ആയി മാറുന്നു. ഇത് കാണുന്ന കണ്ടീഷൻ COPDയിലാണ്. അപ്പൊ ഏതൊക്കെ ചേരുന്നതാണ് COPD എന്ന് പറയുന്നത്? എംഫൈസീമ ആൻഡ് ബ്രോങ്കൈറ്റിസ്. രണ്ട് കണ്ടീഷൻസ് ചേരുന്നതാണ് എന്ത്? COPD എന്ന് പറയുക. വേർ യു ക്യാൻ സേ as pink puffers. Emphysema we used to say as pink puffers and bronchitis we used to say as blue blotters. Pink puffers and blue blotters മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് കാണുന്നത് COPD എന്ന കണ്ടീഷനിലാണ്. അപ്പൊ COPD ന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. റെസ്പിറേറ്ററി ഡ്രൈവ് COPD പേഷ്യൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്
നമ്മുടെ ഓക്സിജൻ ആണ്. യൂഷ്വലി നമുക്ക് റെസ്പിറേറ്ററി ഡ്രൈവ്, അതായത് നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ആണ് അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ കൂടുമ്പോഴാണ് നമ്മളെ മെഡുല്ല ഒബ്ലാങ്കട്ടയ്ക്ക് സിഗ്നൽ കിട്ടുക അല്ലെ. റെസ്പിറേഷന്റെ സെന്റർ മെഡുല്ല ഒബ്ലാങ്കട്ടയാണ് നമ്മൾ മുന്നേ പറഞ്ഞു. സോ ഇവിടെ COPD പേഷ്യൻസിന്റെ കേസസിൽ ഓക്സിജൻ ആണ് അവിടെ റെസ്പിറേറ്ററി ഡ്രൈവ് കൊടുക്കുക. പേഴ്സണലി ബ്രീത്തിങ്, ലോ ഫ്ലോ ഓക്സിജൻ ഡെലിവറി, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന COPD കണ്ടീഷൻസിലാണ്. അപ്പൊ COPDയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ഇവിടെ ഞാൻ പറഞ്ഞു തന്നു, അത് നോട്ട് ചെയ്യുക, പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനിയും നമുക്ക് ചോദിക്കാം. 58ാമത്തെ ചോദ്യം, ആഫ്റ്റർ എ റാഡിക്കൽ മാസ്റ്റക്ടമി വിത്ത് ലിംഫ് നോഡ് റിമൂവൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഹെൽപ് ടു പ്രിവെന്റ് ലിംഫെഡീമ? ലിംഫെഡീമ പ്രിവെന്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ തന്നിട്ടുള്ള ഏതൊക്കെയാണ്? റെസ്ട്രിക്റ്റിംഗ് ഓൾ മൂവ്മെന്റ്സ് ഓഫ് ദ ആം, റേസിംഗ് ആം എബവ് ഹാർട്ട് വിത്ത് പില്ലോ, വാം അപ്പ് വിത്ത് മോയിസ്റ്റ് ഹീറ്റ് ആപ്ലിക്കേഷൻ, പ്ലേസിംഗ് ആം ക്ലോസ്ലി ടു ദ ബോഡി ഇൻ എ സ്ലിംഗ്. നമുക്ക് ഏത് മെത്തേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റാഡിക്കൽ മാസ്റ്റക്ടമി കഴിഞ്ഞ ഒരു പേഷ്യന്റിന് ലിംഫെഡീമ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? ലിംഫെഡീമ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഫക്റ്റഡ് പാർട്ടിന്റെ ഹെഡ് എൻഡിന് മേളിൽ എലിവേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി, റേസിംഗ് ദ ആം എബോവ് ദ ഹാർട്ട് വിത്ത് എ പില്ലോ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഞാനിത് മുന്നേ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ കുറേ പറഞ്ഞു തന്നു. സോ ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിയുമ്പോൾ, അതായത് മാസ്റ്റക്ടമി കഴിയുമ്പോൾ അവിടെ നമ്മളൊരു ഡ്രെയിൻ ഇടാറുണ്ട്. ആ ഡ്രെയിനിന്റെ പേരാണ് എന്ത്? ജാക്സൺ സ്പ്രട്ട്. ആ ഡ്രെയിനിന്റെ പേരാണ്. അതെന്താണെന്ന് മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അഫക്റ്റഡ് ആം ഷുഡ് ബി എലിവേറ്റഡ്. പേഷ്യന്റിനെ നമ്മൾ അൺഅഫക്റ്റഡ് സൈഡിലോട്ട് കിടത്തിയിട്ട് അഫക്റ്റഡ് പാർട്ടിലെ ഹെഡ് ആം എലിവേറ്റ് ചെയ്ത് വെക്കുക. എന്തിനാണ്? ലിംഫെഡീമ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 59, ദ നോർമൽ അഡൽട്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ ഈസ്. ഇൻട്രാക്രേനിയൽ പ്രഷർ അഡൽട്ടിൽ നോർമൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 5 to 15 mm of Hg ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരുപാട് നോർമൽ വാല്യൂസ് പഠിക്കണം. ഇപ്പൊ ഇൻട്രാക്രേനിയൽ പ്രഷർ നോർമൽ 5 to 15 ആണ്. അതുപോലെ ഇൻട്രാ ഓക്കുലർ പ്രഷർ നോർമൽ എത്രയാണ്? 10 to 21 mm of Hg എന്നാണ് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ വീനസ് പ്രഷർ അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയൽ പ്രഷർ, അതൊക്കെ നമ്മൾ പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയാൽ അഫക്റ്റ് ആവുന്ന നെർവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അബ്ഡുസൻ നെർവ് ആണ്. നമുക്ക് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയാൽ അഫക്റ്റഡ് ആവുന്ന നെർവ്. ഇനി ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയാൽ നമ്മൾ ആദ്യം കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇനി അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആണെങ്കിൽ ദേ വിൽ എക്സിബിറ്റ് റെസ്റ്റ്ലെസ്നെസ്. ഇതെല്ലാം പലതവണയായി PSCയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം, റിപ്പീറ്റ് ചെയ്തുകൂടാ എന്നില്ല. അപ്പോൾ നോർമൽ പ്രഷറും മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊസീജിയർ ഈസ് യൂസ്ഡ് ടു കറക്റ്റ് ഓട്ടോസ്ക്ലീറോസിസ്? മെറിഞ്ചിയോട്ടമി, സ്റ്റേപ്പിഡെക്ടമി, മെറിഞ്ചിയോപ്ലാസ്റ്റി ആൻഡ് മാസ്റ്റോയിഡെക്ടമി. അപ്പോൾ ഇവിടെ ഓട്ടോസ്ക്ലീറോസിസ് ആണ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ ഓട്ടോസ്ക്ലീറോസിസിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് സ്റ്റേപ്പിഡെക്ടമി എന്ന പ്രൊസീജിയർ ആണ് ചെയ്യുക. എന്താ ഓട്ടോസ്ക്ലീറോസിസ്? ഒരുപാട് പ്രാവശ്യം അടുത്തൊരു ENTയിൽ നിന്നുള്ള ഒരു ഏരിയയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓട്ടോസ്ക്ലീറോസിസ്, ഒട്ടൈറ്റിസ് മീഡിയ, മിനിയേഴ്സ് ഡിസീസ്. ഇതെല്ലാം നമ്മൾ കവർ ചെയ്യണം. അതിൽ ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് സ്പോഞ്ചി ബോൺ ഫോർമേഷൻ ഇൻ ആൻഡ് അറൌണ്ട് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസിന് ചുറ്റും എന്താണ് ഒരു സ്പോഞ്ചി ലെയർ ഫോം ചെയ്യുന്നതിന് ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറയാം. വേർ യു ക്യാൻ സീ ഷ്വാർട്സ് സൈൻ ഓർ ഫ്ലെമിംഗോ സൈൻ. അതായത് നമ്മുടെ ഇയർ ഡ്രം നല്ല ഫ്ലെമിംഗോയുടെ കളർ നല്ല റെഡിഷ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന സൈൻ ആണ് ഫ്ലെമിംഗോ സൈൻ അല്ലെങ്കിൽ ഷ്വാർട്സ് സൈൻ. ഇത് കാരണം ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ് എന്നറിയുക. അപ്പൊ ഇതെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേപ്പിഡെക്ടമി ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റേപ്പിഡെക്ടമി കഴിയുമ്പോൾ പേഷ്യന്റിന് ചെറുതായിട്ടൊരു ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടാവും. പക്ഷെ അവിടെയുള്ള എഡീമ സബ്സൈഡ് ചെയ്യുന്നതിനോടൊപ്പം ഹിയറിംഗ് ഇംപ്രൂവ് ചെയ്യും എന്നുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടുന്നത്. ഇനി മിറിഞ്ചിയോട്ടമി ഉണ്ട്. നമ്മുടെ മിഡിൽ ഇയറിന്റെ കണ്ടന്റ് ഡ്രെയിൻ ചെയ്ത് കളയാൻ ചെയ്യുന്നതാണ് മിറിഞ്ചിയോട്ടമി.
സീറസ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് മിറിഞ്ചിയോട്ടമി. ഇനി മിറിഞ്ചിയോപ്ലാസ്റ്റിയും അതിൽ തന്നെ നമ്മൾ റിപ്പയറിന് ചെയ്യുന്നതാണ്, ഇയർ ഡ്രം റിപ്പയർ, ടിംഫാനിക് മെമ്പറൈൻ റിപ്പയറിങ് ചെയ്യുന്നതാണ് മിറിഞ്ചിയോപ്ലാസ്റ്റി. മാസ്റ്റോഡക്ടമി നമ്മുടെ സ്കൾ ബോൺസിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മാസ്റ്റോഡക്ടമി. അപ്പോൾ ഓട്ടോസ്ക്ലീറോസിസും അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചോദിക്കാമെന്നുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചത്. സ്റ്റേപ്പിഡക്ടമിയാണ് ഓട്ടോസ്ക്ലീറോസിസിനുള്ള കറക്റ്റീവ് പ്രൊസീജിയർ. അടുത്ത ചോദ്യം 61 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്. അപ്പൊ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചോസിസ്, സ്കോളിയോസിസ്, എൻസെഫലൈറ്റിസ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മെനിഞ്ചോസിയിലാണ് നമുക്ക് ഇവിടെ വരുന്ന ഉത്തരം. ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എപ്പോഴും എന്താണ്, കുട്ടികളിലെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇനി 62ാമത്തെ ചോദ്യം, മാനേജ്മെന്റ് ഓഫ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റിക് പർപ്യൂറൈസ്, റേഡിയേഷൻ തെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, സ്റ്റിറോയിഡ് തെറാപ്പി, ചീലേഷൻ തെറാപ്പി. അപ്പോ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഏതാണ്? സ്റ്റീറോയിഡ് തെറാപ്പിയാണ് നമ്മൾ അറിയുക ആൻസർ. എന്താണ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുന്നത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ എന്ന് പറയുക. അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മുടെ പേഷ്യന്റിന് എന്താ ഇമ്മ്യൂണോ സപ്രഷൻ, അപ്പം സ്റ്റിറോയിഡ് തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബിൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഇപ്പോൾ റേഡിയേഷൻ തെറാപ്പി ഒക്കെ നമ്മുടെ ക്യാൻസേഴ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ റേഡിയേഷൻ തെറാപ്പിക്ക് പോവുക. ഇനി ചീലേഷൻ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അയൺ ഓവർലോഡ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ചീലേഷൻ തെറാപ്പി. അവിടെ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഡെഫറോക്സമൈൻ. ഓക്കെ, നമ്മളത് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെഫറോക്സമൈൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അയൺ ചീലേഷൻ. ഇനി 63ാമത്തെ ചോദ്യം, ദ ഏജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മീസിൽസ് വാക്സിൻ ഈസ്. എപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റി പഠിക്കുമ്പോൾ വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നതാണ് വാക്സിനേഷൻസ്. അപ്പോൾ വാക്സിൻ, മീസിൽസ് വാക്സിൻ കൊടുക്കേണ്ടുന്നത് ഏത് മാസത്തിലാണ്? 9ാം മാസത്തിലാണ് മീസിൽസിന്റെ വാക്സിൻ. അറ്റ് ബർത്ത് കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ ആണ് അല്ലെ. അപ്പോൾ 0.5 അറ്റ് ബർത്തും 1 ഇയറിനകത്താണ് എടുക്കുന്നതെങ്കിൽ 1 ml ആണ് BCG നമ്മൾ കൊടുക്കുക. മീസിൽസ് എന്ന് പറയുമ്പോൾ MMR വാക്സിൻ അല്ലെ, മംസ്, മീസിൽസ്, റുബല്ല, അതിന് 3നും കൂടെ ചേർത്ത് നമ്മൾ 9ാം മാസത്തിലാണ് വാക്സിൻ കൊടുക്കുക. അടുത്ത 65ാമത്തെ ചോദ്യമാണ്, 64ാമത്തെ ചോദ്യം, ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പ്ലേ ഇൻ ടോഡ്ലറീസ്. പീഡിയാട്രിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്ലേ ആൻഡ് പ്ലേ തെറാപ്പി. പ്ലേ എപ്പോഴും കുട്ടികളുടെ മാനസിക വികാസത്തിന് സഹായിക്കുന്നതാണ് എന്ത്? പ്ലേ എന്ന് പറയുക. അപ്പോൾ അത് പല ടൈപ്പ് ഓഫ് പ്ലേ ഉണ്ട്. അപ്പോൾ ടോഡ്ലർ ഗ്രൂപ്പിനെ സഹായിക്കുക എന്നത് എപ്പോഴും എന്താണ്? പാരലൽ ടൈപ്പ് ഓഫ് പ്ലേ ആണ് ടോഡ്ലേഴ്സിനെ സഹായിക്കുക. ഇനി സോളിറ്ററി പ്ലേ കാണുന്ന ആരിലാണ്? ഇൻഫൻസിലാണ് സോളിറ്ററി പ്ലേ കാണുക. ഇനി അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുമ്പോൾ അത് പ്രീ സ്കൂളറിൽ കാണുന്ന ടൈപ്പ് ഓഫ് പ്ലേ ആണ് എന്ത്? അസോസിയേറ്റീവ് പ്ലേ. ഇനി കോപ്പറേറ്റീവ് പ്ലേ ആണെങ്കിലോ സ്കൂൾ കുട്ടികളിൽ കാണാൻ സാധിക്കുന്ന പ്ലേ ആണ് എന്ത്? കോപ്പറേറ്റീവ് പ്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനിയും ചോദിക്കാം എന്നുള്ള ഒരു ഏരിയയാണ് എന്ത്? ടൈപ്പ് ഓഫ് പ്ലേയും അത് ഏത് ഏജ് ഗ്രൂപ്പ് ആണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കുക. സോളിറ്ററി പ്ലേ ഇൻ ഇൻഫൻസ്, പാരലൽ പ്ലേ ഇൻ ടോഡ്ലേഴ്സ്, അസോസിയേറ്റീവ് പ്ലേ ഇൻ പ്രീ സ്കൂളർ, ആൻഡ് ഫോർ സ്കൂളേഴ്സ് ഇറ്റ് ഈസ് കോപ്പറേറ്റീവ് പ്ലേ. ക്ലിയർ ആണല്ലോ. അടുത്ത 65ാമത്തെ ചോദ്യം, നോർമൽ ഹെഡ് സർക്കംഫറൻസ് ഓഫ് എ ന്യൂ ബോൺ. പീഡിയാട്രിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ന്യൂബോൺ അസസ്മെന്റ്. ഒരുപാട് കാര്യങ്ങൾ, അബ്ഗാ സ്കോർ, ഇതെല്ലാം അവിടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ന്യൂബോണിന്റെ ഹെഡ് സർക്കംഫറൻസ് എത്രയാണെന്നുള്ളതാണ്. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ശരീരത്തിലെ ഏറ്റവും വലുത് തലയാണ് അല്ലെ. അപ്പോൾ 33 to 35 സെന്റിമീറ്റർ ആണ്. എന്നാൽ 30 to 33 ജനിക്കുന്ന സമയത്ത് 30 to 33 സെന്റിമീറ്റർ ആണ് എന്ത്? ചെസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുക. അപ്പോൾ 6 മാസം ആവുമ്പോൾ ഹെഡ് സർക്കംഫറൻസ് 43 സെന്റിമീറ്റർ ആവുന്നു. ഇനി ഒരു കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു 12 മാസമൊക്കെ ആവും, അല്ലെങ്കിൽ 9 മന്ത് ഒക്കെ ആവുമ്പോൾ അത് 46 സെന്റിമീറ്റർ ആവുന്നു. അപ്പോൾ പിന്നീട് അത് എവറി 2 മന്ത് അത് കൂടി പോവുക. ഈ രീതിയിലായിരിക്കും അതിന്റെ ഒരു ഹൈക്ക് വരിക. ഇനി ഹെഡ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ് ഏകദേശം ഈക്വൽ ആകുന്നത്, ഹെഡ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ് ഈക്വൽ ആകുന്നത് 9 to 12 മന്തിലാണ് ഹെഡ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ് ഈക്വൽ ആവുക.
ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോർമൽ ന്യൂ ബോണിന്റെ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഏജ്, നമ്മുടെ വീച്ച് ഫോമുലയും മറ്റുമൊക്കെ നമ്മൾ പഠിക്കേണ്ടുന്നതുണ്ട്. ഇനി മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെഷർമെന്റ് ഏതൊക്കെയാണ്, ടൈപ്പ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്താണ്, ഹെഡ് സർക്കംഫറൻസിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സും ആണ്. ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് 33 to 35 ആണ്. ചെസ്റ്റ് സർക്കംഫറൻസ് 30 to 33 ആണ്. ഹെഡ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്, ഏകദേശം 9 അല്ലെങ്കിൽ 12 മാസം ആവുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഓർ ലെസ് ഈക്വൽ. അപ്പോൾ ഹെഡ് സർക്കംഫറൻസ് ഓരോ മന്തിലും 6 മാസത്തിൽ എത്ര, 12 മാസത്തിൽ എത്ര എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം 66ലേക്ക് പോവുകയാണ്. 66ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് അണ്ടർ 5 ക്ലിനിക്. അണ്ടർ 5 ക്ലിനിക്കിന്റെ ആക്ടിവിറ്റി ഏതാണ്? മിഡ് ഡേ മീൽ പ്രോഗ്രാം, ചൈൽഡ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഹെൽത്ത് സർവീസസ്, ഗ്രോത്ത് മോണിറ്ററിംഗ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ ഇന്നർ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് ഏത്? ഇന്നർ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് ഫാമിലി പ്ലാനിങ്ങിനെയാണ്. അപ്പോൾ ഔട്ടർ ട്രയാങ്കിളിൽ വരുന്നത് എന്തൊക്കെയാണ്? ഗ്രോത്ത് മോണിറ്ററിംഗ്, കെയർ ഓഫ് ചൈൽഡ് ഇൽനെസ്, പ്രിവെന്റീവ് കെയർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 3 ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് അണ്ടർ 5 ക്ലിനിക്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. സോ എന്തൊക്കെയാണ്? ഗ്രോത്ത് മോണിറ്ററിംഗ്, കെയർ ഓഫ് ഇൽനെസ്, പ്രിവെന്റീവ് കെയർ ആൻഡ് ദ ഇന്നർ ട്രയാങ്കിൾ ഡിനോട്ട്സ് ഫാമിലി പ്ലാനിങ്. മുന്നേ ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നർ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് ഏതെന്നായിരുന്നു നമ്മൾ മുന്നേ ഒരു ചോദ്യ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഫാമിലി പ്ലാനിങ് ആണ്. ഇവിടെ അണ്ടർ 5 വരുന്ന ആക്ടിവിറ്റി ഏതെന്നാണ് ചോദ്യം. അത് ഗ്രോത്ത് മോണിറ്ററിംഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അടുത്തത് 67ാമത്തെ ചോദ്യം, ഫ്ലാഗ് സൈൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് വിച്ച് ഡിസീസ്? ക്വാഷിയോക്കർ, റിക്കറ്റ്സ്, മരാസ്മസ്, പോളിയോ മൈലൈറ്റിസ്. ഏതിലാ ഫ്ലാഗ് സൈൻ കാണുക? ക്വാഷിയോക്കർ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ നിങ്ങൾ പഠിക്കും. അതിൽ ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ് 2 കാര്യങ്ങളാണ് വരുന്നത് അല്ലേ? ക്വാഷിയോക്കർ ആൻഡ് മരാസ്മസ്. അപ്പോൾ ക്വാഷിയോക്കറിൽ എന്താ വരുന്നത്? പ്രോട്ടീൻ ഡെഫിസിറ്റ് കൊണ്ടാണ് ക്വാഷിയോക്കറിൽ വരുന്നതെങ്കിൽ മരാസ്മസിൽ എനർജി ഡെഫിസിറ്റ്. അപ്പൊ ഇതിൽ രണ്ടിലും 2 ഉണ്ടാകാം. എന്നാലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, കുറച്ച് എറിച്ച് നിൽക്കുന്നത് ഡെഫിസിറ്റ് ഏതാന്ന് വെച്ചാൽ ഒന്നിലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. അത് കഴിഞ്ഞ് കാലറിക് ഡെഫിഷ്യൻസി വരുന്നുള്ളൂ. എന്നാൽ മരാസ്മസിൽ ആദ്യം ഏറ്റവും ലാക്കിംഗ് ആവുന്നത് എനർജിയാണ്, പിന്നീടാണ് പ്രോട്ടീൻ വരുന്നത്. അപ്പൊ ഇത് രണ്ടിനും ഒരുപാട് ഡിഫറൻസ് നമ്മൾ പഠിക്കണം. സോ ഇവിടെ ക്വാഷിയോക്കറിൽ മൊത്തത്തിൽ കാണുന്ന ഫീച്ചർ ആണ് എന്ത്? എഡീമ. അവരുടെ ശരീരത്തിൽ ടോട്ടൽ ബോഡി എഡീമ ആണ് കാണുക. സോ ടോട്ടൽ ബോഡി എഡീമയെ നമ്മൾ അനാസാർക്ക എന്ന് പറയാറുണ്ട്, ടോട്ടൽ ബോഡി എഡീമയ്ക്ക്. എന്നാൽ ഇവിടെ മരാസ്മിക് ചൈൽഡിനെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഹാവിങ് ഓൾഡ് മാൻ അപ്പിയറൻസ് ആണ് കാണാൻ സാധിക്കുക, വയസ്സായ ആൾക്കാരെ പോലെ ഇരിക്കും. അപ്പൊ ഇവിടെയാണെങ്കിലോ മൂൺ ഷേപ്പ്, മൂൺ ഫേസ് അപ്പിയറൻസ് ആണ്. ഓക്കെ, ഇനി മൊസൈക് അപ്പിയറൻസ്, അതായത് ഫ്ലാക്കി ഡെർമറ്റൈറ്റിസ് കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മൊസൈക് സൈൻ അല്ലെങ്കിൽ മൊസൈക് ലൈക്ക് അപ്പിയറൻസ് കാണുന്നത് ക്വാഷിയോക്കറിലാണ്. ഇനി ഫ്ലാഗ് സൈൻ കാണുക. ഫ്ലാഗ് സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഡിസ്കളറേഷൻ സംഭവിക്കുന്നതാണ്. മെലാറ്റോണിന്റെ സിന്തസിസിന്റെ ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ സ്കിൻ കളർ ഡിഫറൻസ് വരുന്നു. അതിനെ ഫ്ലാഗ് സൈൻ എന്നാണ് പറയുക. അത് കാണുന്നത് ക്വാഷിയോക്കറിലാണ്. റിഗാർഡിംഗ് ദ അപ്പറ്റൈറ്റ്, ക്വാഷിയോക്കർ ദേ ആർ പുവർ അപ്പറ്റൈറ്റ്, ബട്ട് ഹിയർ ഇൻ മരാസ്മസ് ദേ അപ്പിയർ ടു ബി വൊറേഷ്യസ് ഈറ്റേഴ്സ്. അപ്പൊ ഇതുപോലെ ഒരുപാട് പോയിന്റ്സ്, ഇതിന്റെ ഡിഫറൻസ് നമ്മൾ പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റ് ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. നമ്മുടെ തിയറിയിൽ നമുക്ക് പഠിക്കാം. ഏറ്റവും പ്രധാനമായി ബേസിക് ഒരു ഡിഫറൻസ് എങ്കിലും ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റും നമ്മുടെ മുന്നേ PSCയിൽ ചോദിച്ചതാണ്. അപ്പൊ എഡീമ മൊത്തത്തിൽ കാണുന്ന കണ്ടീഷൻ ഏതാണ്? ക്വാഷിയോക്കറാണ്. മൂൺ ഷേപ്പ് അപ്പിയറൻസ് കാണുന്നത് ഏതിലാണ്? ക്വാഷിയോക്കറിലാണ്. ഫ്ലാഗ് സൈൻ അല്ലെങ്കിൽ മൊസൈക് അപ്പിയറൻസ് കാണുന്നത് ഏതിലാണ്? ക്വാഷിയോക്കറിലാണ്. സോ എനർജി ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് മരാസ്മസിലാണ്. വൊറേഷ്യസ് കൈൻഡ് ഓഫ് ഹീറ്റിംഗ് പാറ്റേൺ കാണുന്നത് മരാസ്മസിലാണ്. ഓൾഡ് മാൻ ലുക്ക് അപ്പിയറൻസ് കാണുന്നത് മരാസ്മസിലാണ്. മനസ്സിലായോ? സോ ഇതുപോലെ ഓരോന്നിനും നമ്മൾ പഠിക്കണം. നമുക്ക് ഇവിടെ തിയറിയിൽ പഠിക്കാം. അടുത്തത് 68ാമത്തെ ചോദ്യം, ദ കറക്റ്റീവ് സർജറി ഫോർ ഹേർഡ് സ്പ്രിങ്സ് ഡിസീസസ്. അപ്പോൾ പീഡിയാട്രിക്സിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യമാണ് ഹേർഡ് സ്പ്രിങ്സ് ഡിസീസിന്റെ കറക്റ്റീവ് സർജറി ഏത് എന്നുള്ളതാണ്. ഹേർഡ് സ്പ്രിങ്സ് ഡിസീസിന്റെ കറക്റ്റീവ് സർജറി എന്ന് പറയുന്നത് ഡുഹാമൽ പ്രൊസീജിയർ. അപ്പോൾ 3 പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ എപ്പോഴും ഹേർഡ് സ്പ്രിങ്സ് ഡിസീസുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഒന്ന് ഡുഹാമൽ പ്രൊസീജിയർ, ഒന്ന് സ്വേസ് പ്രൊസീജിയർ,
സ്വെൻസൺ പ്രൊസീജിയർ. സോ 3 പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ ഹേർഡ് സ്പ്രിംഗ് ഡിസീസിൽ കാണുക. സോ ഇവിടെയാണ് നമുക്ക് എന്ത് റിബൺ ലൈക്ക് അപ്പിയറൻസ് ഓഫ് ദ സ്റ്റൂൾ കാണുന്നത് ഹേർഡ് സ്പ്രിംഗ്സ് ഡിസീസിലാണ്. അപ്പൊ ഇനി നമ്മുടെ ഓരോന്നും ഇപ്പൊ പൈലോറോപ്ലാസ്റ്റി ചെയ്യുന്നത് നമ്മുടെ പൈലോറിക് സ്റ്റീനോസിസ് എന്ന കണ്ടീഷനിൽ സ്റ്റൊമക്കിന്റെ പൈലോറിക് സ്പിഞ്ചർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പൈലോറിക് സ്റ്റീനോസിസ് പൈലോറോപ്ലാസ്റ്റി ചെയ്യാറുണ്ട്. പൈലോപ്ലാസ്റ്റി നമ്മുടെ കിഡ്നിയിൽ റീനൽ മെട്രിക്സിന്റെ അവിടെ കറക്ഷന് വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. ഇപ്പൊ റീനൽ അവിടെ ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന സർജറിയാണ് പൈലോറോപ്ലാസ്റ്റി. ഇനി കസായി പ്രൊസീജിയർ ബിലിയറി അട്രീഷ്യ എന്ന കണ്ടീഷനിൽ നമ്മൾ അതിന് കറക്റ്റീവായി ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്ത് കസായി പ്രൊസീജിയർ. അപ്പൊ അറിയുക ഹേർഡ് സ്പ്രിംഗ്സ് ഡിസീസ് വേർ യു ക്യാൻ സീ റിബൺ ലൈക്ക് സ്റ്റൂൾസ്. സോ അവിടെ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡുഹാമൽ, സ്വെൻസൺസ് ആൻഡ് സോയിസ് പ്രൊസീജിയർ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 69 കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ കാണുന്ന കണ്ടീഷൻ ഏത്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആൻസറിലേക്ക് പോവുകയാണ്. കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ കാണുന്ന കണ്ടീഷൻ ആണ് എന്ത്? ഇന്റർസെപ്ഷൻ. ഇന്റർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ടെലസ്കോപ്പിംഗ് ഓഫ് ദ യൂട്രസ് എന്നാണ് ടെലസ്കോപ്പിംഗ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ. ടെലസ്കോപ്പിംഗ് ഓഫ് ദ ഇൻഡസ്റ്റൈനെയാണ് ഇന്റർസെപ്ഷൻ എന്ന് പറയുക. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം എവിടെയാണ്? ഇലിയോ സീക്കൽ ജംഗ്ഷനിലാണ്. ഇലിയോസീക്കൽ ജംഗ്ഷനിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണപ്പെടുക. ഇനി ഒരുപാട് ചോദ്യം ഇപ്പൊ ഹൈഡ്രോ തെറാപ്പി ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട്. ഇന്റർസെപ്ഷനിൽ ആ ടെലസ്കോപ്പിംഗ് ആയിട്ടിരിക്കുന്ന ഇൻഡസ്റ്റൈനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യാറുണ്ട് ഹൈഡ്രോ തെറാപ്പി. അപ്പൊ ഇതെല്ലാം ഇന്റർസെപ്ഷനുമായി നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഏനോറെക്ടൽ മാൽഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏനസിന്റെ റെക്ടലിന്റെ ഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ലിഗമെന്റ് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഏനോറെക്ടൽ മാൽഫോർമേഷൻ ഉണ്ടാകുന്നത്. അവിടെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്, കറക്റ്റീവ് പ്രൊസീജിയർ ആണ് ഇൻവെർട്ടോഗ്രാം എന്ന് പറയുക. ട്രക്കിയോ ഈസോഫേജൽ ഫിസ്റ്റുല അനദർ കണ്ടീഷൻ ഇൻ ദ പീഡിയാട്രിക്സ്, വെരി ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. ഒരുപാട് പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് TEF എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ടൈപ്പ് ഫിസ്റ്റുലയാണ്. സോ തേർഡ് ടൈപ്പ് ഫിസ്റ്റുലയാണ് മോസ്റ്റ് കോമൺ ടൈപ്പ്. അതുപോലെ തന്നെ ഡ്രൂളിംഗ് ഓഫ് സലൈവ. ഇപ്പോൾ TEF ആണ് ഒരു കുട്ടിക്ക് എങ്കിൽ അവിടെ കാണുന്ന മാർക്ഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സലൈവയുടെ ഡ്രൂളിംഗ് ആണ് എന്നറിയുക. അപ്പൊ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന എൻട്രൻസ് പോയിന്റ് അതർ ക്വസ്റ്റ്യൻസും കൂടെയാണ്. സോ അടുത്തത് 70ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്? കോയാക്ടേഷൻ ഓഫ് അയോട്ട, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട്, TOF ആൻഡ് PDA. ഒരുപാട് പ്രാവശ്യം നമുക്ക് ഏതൊരു ചോദ്യ പേപ്പർ എടുത്താലും ഇത്തരം ഒരു ചോദ്യം കാണാം. ഇവിടെ സയനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ് ചോദിക്കുന്നത്. സോ അത് തന്നെ ടെട്രോളജി ഓഫ് വാലറ്റ് ആണ്. സോ 4 കണ്ടീഷൻസ് ചേർന്നതാണ് ടെട്രോളജി ഓഫ് വാലറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഓവർ റൈഡിങ് ഓഫ് അയോട്ട, പൾമണറി സ്റ്റീനോസിസ്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, VSD, ventricular septal defect, right ventricular hypertrophy, pulmonary stenosis and overriding aorta. ഈ 4 കണ്ടീഷനും കൂടെ ചേരുന്നതിനെയാണ് ടെട്രോളജി ഓഫ് വാലറ്റ് എന്ന് പറയുക. ഈ 4 കണ്ടീഷൻ പ്ലസ് ASDയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് പറയണം? നിങ്ങൾ അതിനെ പെൻഡോളജി ഓഫ് വാലറ്റ് എന്നാണ് പറയേണ്ടുന്നത്. സോ പെൻഡോളജി ഓഫ് വാലറ്റും ഉണ്ട്, ടെട്രോളജി ഓഫ് വാലറ്റും ഉണ്ട്. 4 കണ്ടീഷൻ ചേർന്നാൽ ടെട്രോളജി എന്നും, ഈ 4 കണ്ടീഷനോടൊപ്പം ASDയും കൂടെ ചേർന്ന് കണ്ടാൽ അതിനെ പെൻഡോളജി ഓഫ് വാലറ്റ് എന്നും പറയുക. ഇനി ഒരുപാട് ചോദ്യം ടെട്രോളജി ഓഫ് വാലറ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് പൊസിഷൻ ദാറ്റ് ബേബി വിൽ അഡോപ്റ്റ്? ദ ബേബി വിൽ അഡോപ്റ്റ് എ സ്ക്വാറ്റിംഗ് പൊസിഷൻ. വാട്ട് ഈസ് ദ കറക്റ്റീവ് സർജറി ഫോർ TOF? ഇറ്റ് ഈസ് ബ്ലാലോക്ക് ടോർഷൻ ഷണ്ട് യു വിൽ ഡു ഫോർ TOF. PDA മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ PDAക്ക് കൊടുക്കുന്ന ഡ്രഗ് ഏതെന്നുള്ളതാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഇൻഡോമെത്തസിൻ ആണ് നമ്മൾ PDAക്ക് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനി ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട്, അവിടെയും ഫൊറാമൻ ഓവയിൽ, അതായത് അത് പ്രവർത്തനം കറക്റ്റ് ആയിട്ട് ക്ലോസ് ആകാത്തത് കൊണ്ടാണ് അത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കൊയാക്ടേഷൻ ഓഫ് അയോട്ട, അയോട്ടയുടെ ഒരു ഭാഗം ചുരുങ്ങുന്നത് കൊണ്ടാണ് കൊയാക്ടേഷൻ ഓഫ് അയോട്ട. വേർ യു ക്യാൻ സീ ഫിഗർ ഓഫ് 3.
ഇപ്പോൾ ഫിഗർ ഓഫ് 3, ഫിഗർ ഓഫ് 8 എന്നൊക്കെ പഠിക്കാം. അപ്പോൾ ഫിഗർ ഓഫ് 3 കാണുന്ന കണ്ടീഷനാണ് എക്സ്റേ എടുത്ത് നോക്കിയാൽ ഫിഗർ ഓഫ് 3 ആയി കാണുന്നതാണ് കൊയാക്ടേഷൻ ഓഫ് അയോർട്ട. എന്നാൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണുന്ന കണ്ടീഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത് ടെട്രോളജി ഓഫ് ഫാലറ്റിലാണ്. അപ്പൊ TOF ൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത 71ാമത്തെ ചോദ്യം, ജേം തിയറി ഓഫ് ഡിസീസ് കണ്ടുപിടിച്ചത് ആര്? ജേം തിയറിയെ കുറിച്ച് ആദ്യമായി പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. അതിനെ കൺഫേം ചെയ്ത് പറയുന്നത് റോബർട്ട് കോച്ച് ആണ്. അപ്പൊ കോച്ച് പോസ്റ്റുലേറ്റ് ജേം തിയറി കൺഫേം ചെയ്ത് പറയുന്നത് കോച്ചാണ്. ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടാണ് ഹാർവേയുടെ പേര് നമ്മൾ അറിയേണ്ടുന്നത്. ഹിപ്പോക്രാറ്റസ് ഗ്രീക്ക് മെഡിസിൻ ആണ്, നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എപ്പിഡമോളജിസ്റ്റ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്, പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 72, ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഏത് എന്നുള്ളതാണ്. സോ ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ഹോം വിസിറ്റ്, ഓപ്ഷൻ എ ആണ്. ഡയറക്റ്റ് ചോദ്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത 73, ഗോൾ ഓഫ് ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 AD വാസ് ദ motto in World Health Organ Assembly in the year. ഏത് ഇയറിലാണ് ഹെൽത്ത് ഫോർ ഓൾ എന്ന കോൺസെപ്റ്റ് വരുന്നത്? 1977-78 കാലഘട്ടത്തിലാണ് ഈ ഒരു വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 AD എന്ന സ്ലോഗൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 74, the 3-tier system of local self government at block level is ഗ്രാം സഭ, പഞ്ചായത്ത് സമിതി, സിലാ പരിഷത്ത് ആൻഡ് ന്യായ പഞ്ചായത്ത്. ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ഏരിയയാണ്. ഇവിടെ 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബ്ലോക്ക് ലെവലിൽ കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് സമിതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 75, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഒബ്സർവ്ഡ് ആസ് ആന്റി മലേറിയൽ മന്ത്? ആന്റി മലേറിയൽ മന്ത് ആയിട്ട് ആചരിക്കുന്നത് മഴ സമയ മാസങ്ങളിലാണ്. ജൂൺ മന്ത് ആണ് ആന്റി മലേറിയൽ മന്ത് ആയിട്ട് നമ്മൾ കരുതുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 76, കോസേറ്റീവ് ഓർഗാനിസം ഓഫ് യെല്ലോ ഫീവർ, ചിക്കൻ ഗുനിയ ഇവയുടെയൊക്കെ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ആർബോ വൈറസ് ആണ്. റാബ്ഡോ വൈറസ് എന്താ? റാബീസ് ഉണ്ടാക്കുന്ന വൈറസ് ആണ്. ലൈസ വൈറസുകൾ റാബ്ഡോ വൈറസ് ഫാമിലിയിൽ വരുന്നതാണ്. ഇനി എൻട്രോ വൈറസ് എന്ന് പറയുമ്പോൾ പിക്കോ വൈറസ് ഇവയെല്ലാം എൻട്രോ വൈറസ് ഫാമിലിയിൽ വരുന്നതാണ്. മിക്സോ വൈറസ്, പാരാമിക്സോ വൈറസ് എവിടെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? മംസ് എന്ന കണ്ടീഷനിലാണ് മിക്സോ വൈറസിനെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇനി എമൗണ്ട് ഓഫ് മോയിസ്ചർ ഇൻ ദ എയർ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുക? അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ എയറിലുള്ള മോയിസ്ചർ നമ്മൾ മെഷർ ചെയ്യുക. എന്നാൽ എയറിന്റെ എക്സ്ട്രീം ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 6 തെർമോമീറ്റർ ആണ്. പ്രഷർ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബാരോമീറ്റർ ആണ്. 78, മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് പോളിയോ ഇൻഫെക്ഷൻ ഈസ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പോളിയോ ഒരുപാട് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്, മറ്റൊരു ഏരിയയാണ് കമ്മ്യൂണിറ്റിയിൽ. പോളിയോയുടെ മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഫീക്കോ ഓറൽ റൂട്ടിലൂടെയാണ് പോളിയോ സ്പ്രെഡ് ആവുക. ഇപ്പോൾ നമ്മുടെ TB ഒക്കെ ആണെങ്കിലും നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി ബ്ലഡ് ആണെങ്കിൽ ഇപ്പൊ HIV പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്ലഡിലൂടെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പൊ മലേറിയ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്? ഒരു വെക്ടർ ബോൺ ആയിട്ടുള്ള ഡിസോർഡർ ആണ് അല്ലേ. ഇനി ഫീക്കോ ഓറൽ റൂട്ടാണ് പോളിയോക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. പോളിയോ വൈറസിന് എത്ര സ്ട്രെയിൻ ഉണ്ട്? 3 സ്ട്രെയിൻ ആണ് പോളിയോ വൈറസിനുള്ളത്. അടുത്ത ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ചിക്കൻ ബോക്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എന്തൊക്കെയാ? 6 to 10 days, 14 to 16 days, 20 to 25 days, 30 to 40 days. ഇപ്പൊ ചിക്കൻ ബോക്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് മിനിമം 2 ആഴ്ചയാണ്, അതായത് 14 to 16 days. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓരോ ഡിസീസിനും ഇൻക്യുബേഷൻ പീരീഡ് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പഠിക്കുമ്പോൾ ഓരോ ഡിസീസസിനെയും കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്കറിയാം. ഇനി നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം വാസ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? 1960, 1962, 1964 ആൻഡ് 1966. അപ്പൊ ട്യൂബർകുലോസിസ് അല്ലേ, ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. മൈക്കോബാക്ടീരിയൻ ട്യൂബർക്കുലയാണ് അതിന്റെ കോസേറ്റീവ് ഫാക്ട്. ഈ ട്യൂബർകുലോസിന് ഒരു കൺട്രോൾ പ്രോഗ്രാം ആദ്യമായി വരുന്നത് 1962 ഇതിനെ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നത് RNTCP വരുന്നത് 1992 92 ഓർക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കണം. CSSM ചൈൽഡ് സർവൈവൽ ആൻഡ് സേഫ് മദർഹുഡ് വന്നത് 1992 RNTCP വന്നത് 1992
ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വർഷത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നത് 1962-ലാണ്. 81 ഹു കോയിൻ ദ വേർഡ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയ എന്ന വേർഡ് കോയിൻ ചെയ്ത ആരാണ്? ക്രെപ്ലിൻ, ബ്യൂളർ, സ്നിഡർ, സിഗ്മണ്ട് ഫ്രോയിഡ്. യൂജൻ ബ്യൂളർ ആണ് 1912 സ്കീസോഫ്രീനിയ എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത്. എന്നാൽ എമിൽ ക്രെപ്ലിൻ ആണ് ആദ്യമായി ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന പേര് സ്കീസോഫ്രീനിയയ്ക്ക് നൽകുന്നത്. ഏർലി ഓൺസെറ്റ് ഡിമെൻഷ്യ എന്ന അർത്ഥം വരുന്ന രീതിയിൽ എമിൽ ക്രെപ്ലിൻ ആണ് ആദ്യമായി ഡിമെൻഷ്യ പ്രീകോക്സ് എന്ന സ്കീസോഫ്രീനിയയ്ക്ക് പേര് കൊടുത്തത്. എന്നാൽ പിന്നീട് സ്പ്ലിറ്റ് മൈൻഡ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ ബ്യൂളർ 1912 എന്ത് കൊടുത്തു? സ്കീസോഫ്രീനിയ എന്ന പേര് നൽകി. പിന്നെ എന്താണ് സ്നിഡറിനെ കുറിച്ച് പറയുമ്പോൾ അറിയേണ്ടുന്നത് ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ ആണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ തിയറിയിൽ പറഞ്ഞു തരാം. സോ ഫസ്റ്റ് റാങ്ക് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയെ കുറിച്ച് പറഞ്ഞത് സ്നിഡർ ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് കരുതുന്നത് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി 82 എ ഫോൾസ് മെമ്മറി ദാറ്റ് ദ പേഷ്യന്റ് ബിലീവ്സ് ടു ബി ട്രൂ. ഏതൊരു ഫോൾസ് മെമ്മറി ദാറ്റ് ദ പേഷ്യന്റ് ബിലീവ് ടു ബി ട്രൂ എന്ത് പറയും? ഓപ്ഷൻ എ കൺഫാബുലേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദെൻ കാറ്റാപ്ലെക്സി എന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽ ടോണിന് വരുന്ന ഒരു വീക്ക്നെസ്സിനെയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി ഇങ്ങനെ വീഴുന്നില്ലേ, ദാറ്റ് ഈസ് കാറ്റാപ്ലെക്സി അത് ഹാപ്പനിങ്. ദെൻ എനർജി, ലാക്ക് ഓഫ് എനർജി. ഫ്യൂജ് ഒരു കൺവേർഷൻ ഡിസോർഡർ, ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്ന് പറയും. നമ്മുടെ പേരും നമ്മുടെ ഐഡന്റിറ്റിയും മറന്ന് നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോയി പുതിയൊരു ഐഡന്റിറ്റിയിൽ ജീവിച്ചു തുടങ്ങുന്നതിനെയാണ് ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്ന് പറയുക. അപ്പം ഡിസോസിയേഷനിൽ തന്നെ ഡിസോസിയേറ്റീവ് ഫ്യൂജ്, ഡിസോസിയേറ്റീവ് അംനീഷ്യ, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നിങ്ങനെ പലതും പഠിക്കേണ്ടുന്നതുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം കൺഫാബുലേഷൻ ആണ്. അടുത്ത ചോദ്യം 83 എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് തെറാപ്പി ഇൻ വിച്ച് ദ ടോട്ടൽ സ്ട്രക്ചർ ഓഫ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഈസ് ഇൻവോൾവ് ആസ് എ പാർട്ട് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ് ഈസ് കോൾഡ്. ഓപ്ഷൻ സൈക്കോതെറാപ്പി, മില്യൂ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് ജസ്റ്റോൾട്ട് തെറാപ്പി. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം എന്താണ്? മില്യൂ തെറാപ്പിയാണ് ആൻസർ വരിക. സോ ഒരു ടോട്ടൽ യൂണിറ്റ് ഒരു വ്യക്തിയുടെ ട്രീറ്റ്മെന്റിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിനെ മില്യൂ തെറാപ്പി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മില്യൂ എന്നാണ് പറയുക. ഈ തെറാപ്യൂട്ടിക് മില്യൂ എന്ന കോൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ്വെൽ ജോൺസ് ആണ്. ആരാണ്? മാക്സ്വെൽ ജോൺസ് ആണ് തെറാപ്യൂട്ടിക് മില്യൂ അഥവാ മില്യൂ തെറാപ്പി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. വളരെ സേഫ് ആയിട്ടുള്ള എന്നാൽ ഒബ്സർവേഷൻ ഒരു എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് പേഷ്യന്റിന് അത്യാവശ്യം ഫ്രീഡം നൽകിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ എംഫസൈസ് ചെയ്ത് വന്ന തെറാപ്പിയാണ് മില്യൂ തെറാപ്പി. ഇനി മറ്റ് തെറാപ്പീസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഡേ ടു ഡേ വിഷയങ്ങളെ സംസാരിച്ച് അവർക്ക് ഡീവിയൻ ബിഹേവിയറിൽ നിന്നും നോർമൽ ബിഹേവിയറിൽ വരുന്നതാണ് സൈക്കോതെറാപ്പി. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സ്, അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഡീവിയൻ്റ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സിൽ നിന്ന് മാറ്റി ആപ്റ്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് കോഗ്നിറ്റീവ് തെറാപ്പി. ജസ്റ്റോൾട്ട് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ, വളരെ സെൻസിറ്റീവ് ആയ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടുന്നത്, നമ്മൾ ഇത്തരത്തിൽ നന്നായി ബിഹേവ് ചെയ്യണം എന്നതിനെ എംഫസൈസ് ചെയ്യുന്നതാണ് ജസ്റ്റോൾട്ട് തെറാപ്പി. അടുത്തത് 84ാമത്തെ ചോദ്യം ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫർദർ എപ്പിസോഡ് ഓഫ് ബൈപോളാർ മൂഡ് ഡിസോർഡർ. പേഷ്യന്റിന് ബൈപോളാർ മൂഡ് ഡിസോർഡർ ആണ്. അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ ഫ്ലോക്സെറ്റിൻ, ക്ലോർഡൈസിപ്രോക്സൈഡ്, അമിട്രിപ്റ്റിലിൻ, ലിത്തിയം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം അല്ലേ? ബൈപോളാർ മൂഡ് ഡിസോർഡർ ആണ്. ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നത് ലിത്തിയം എന്ന ഡ്രഗ് ആണ്. കൂടുതൽ നമ്മൾ ബൈപോളാർ മൂഡ് ഡിസോർഡറിന് കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ലാമിട്രോജൻ ആണ് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുക. അല്ല എങ്കിൽ നമുക്ക് ലിത്തിയം ആണെങ്കിലും കൊടുക്കാം. ലിത്തിയം ഈസ് എ മൂഡ് സ്റ്റെബിലൈസർ. ലിത്തിയത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഫ്ലൂഓക്സെറ്റൈൻ എന്ന് പറയുമ്പോൾ അതൊരു SSRI ആണ്, സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. അതൊരു ആന്റി ഡിപ്രസന്റ് ആണ്. അമിട്രിപ്റ്റിലിൻ എന്ന് പറയുന്നത് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസിന്റെ ഫാമിലിയിൽ വരുന്നതാണ് അമിട്രിപ്റ്റിലിൻ. ഇനി ഫ്ലൂഓക്സെറ്റൈൻ എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് പോയിന്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഡ്രഗ് വിച്ച് കോസ് ഇൻസോംനിയ, ഉറക്കക്കുറവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഡ്രഗ് ആണ് ഫ്ലൂഓക്സെറ്റൈൻ. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഏർലി മോർണിംഗ് ആയിരിക്കണം ഈ ഡ്രഗ് മോർണിംഗ് ടൈമിൽ കൊടുക്കുക. ഏർലി മോർണിംഗ് എന്നില്ല, രാവിലെ ആയിരിക്കണം ഫ്ലൂഓക്സെറ്റൈൻ കൊടുക്കേണ്ടുന്നത്. രാത്രി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. ഇനി ക്ലോർഡൈസിപ്രോക്സൈഡ് അല്ലെ,
ക്ലോർ ഡൈസിപ്രോക്സൈഡ് അഥവാ ലിബ്രിയം എന്നും നമുക്ക് പറയാം. ഇത് നമ്മൾ കൊടുക്കുന്ന ഏത് സമയത്താണ്? നമ്മൾ ആൽക്കഹോളിന്റെ ഡീടോക്സിക്കേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ക്ലോർ ഡൈസിപ്രോക്സൈഡ്. അടുത്ത ചോദ്യം 85. അബ്നോർമൽ ഇൻവോളണ്ടറി മൂവ്മെന്റ് വിച്ച് ഒക്കേഴ്സ് സഡൻലി റെപ്പറ്റീറ്റീവ്ലി ആൻഡ് പർപ്പസ്ലെസ്. സഡൻ ആണ്, റെപ്പറ്റീറ്റീവ് ആണ്, പർപ്പസ്ലെസ് ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് ടിക്സ് എന്ന് പറയും. സഡൻ ഇൻവോളണ്ടറി റെപ്പറ്റീറ്റഡ് പർപ്പസ്ലെസ് മൂവ്മെന്റ്സിനെ ടിക്സ് എന്ന് പറയും. ടിക്സ് തന്നെ മോട്ടോർ വോക്കൽ ടിക്സ് എന്നുണ്ട്. അപ്പൊ ടിക്സിന്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ഫോമിനെ, സിവിയർ ഫോമിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ടൂററ്റ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ടൂററ്റ് ഡിസോർഡേഴ്സ്. അപ്പൊ നമ്മുടെ സൈക്യാട്രി ക്ലാസ്സുകളിൽ സാർ നിങ്ങളെ പഠിപ്പിക്കും റിഗാർഡിംഗ് ടിക്സ് ആൻഡ് ടൂററ്റ് ഡിസോർഡേഴ്സ്. Then all other distractors you may knowing the meaning. Question number 86. Fear of height എന്ത് പറയും? നമ്മുടെ പൊക്കം കൂടുമ്പോൾ ആ വരുന്ന പേടിയെ നമ്മൾ അക്രോഫോബിയ എന്നാണ് പറയുക. അപ്പൊ എന്താ ബാക്കി ഡിസ്ട്രാക്ടേഴ്സ്? ആൽഗോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പെയിൻ ആണ്. ദെൻ ക്ലോസ്ട്രോഫോബിയ ക്ലോസ്ഡ് സ്പേസ് ആണ്. ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് നമ്മൾ എന്ത് പറയും? സീനോഫോബിയ എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യം 87. തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് സീറം ലിത്തിയം ഈസ് 2.5 to 3 milli equivalent per liter, 0.3 to 1.2 milli equivalent per liter, 0.8 to 1.2 milli equivalent per liter and 1.5 to 2 milli equivalent per liter. അപ്പോൾ ലിത്തിയം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അറിയണം. അപ്പൊ ലിത്തിയം അതിനെ കണ്ടുപിടിച്ചത് ആരാണ്? FJ Cade 1949 ലിത്തിയം എന്ന മൂഡ് സ്റ്റെബിലൈസറിനെ കണ്ടുപിടിക്കുന്നത്. ലിത്തിയത്തിന്റെ തെറാപ്യൂട്ടിക് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിത്തിയം ക്രിയാറ്റിനിൻ സെയിം വാല്യൂ ആണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. 0.6 to 1.2 ആണ് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുക. അപ്പോൾ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്, പ്രൊഫൈലാറ്റിക് ലെവൽ ഉണ്ട്. ഇവിടെ 0.8 to 1.2 മില്ലി ഇക്വലന്റ് ആണ് കൊടുക്കുക. അപ്പൊ ലിത്തിയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഹൈപ്പോനട്രീമിയ എന്ന കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലിത്തിയത്തിൽ പഠിക്കാനുണ്ട്. നമ്മുടെ തിയറിയിൽ നമുക്ക് പഠിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 88. എ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് എന്ത് പറയും എന്നുള്ളതാണ്. ഹാലൂസിനേഷൻ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ഡീറിയലൈസേഷൻ. സോ ഫാൾസ് ഫിക്സഡ് അൺഷേക്കബിൾ ബിലീഫ്സ് ഈസ് നോൺ ആസ് ഡെല്യൂഷൻ. ഡെല്യൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡ്യോസിറ്റി, ഡെല്യൂഷൻ ഓഫ് നിഹിലിസം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെല്യൂഷൻ നമുക്ക് പഠിക്കണം. ഇപ്പൊ ഡെല്യൂഷൻ എന്ന് പറയുന്നത് ഫാൾസ് ഫിക്സഡ് അൺഷേക്കബിൾ ബിലീഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൾച്ചറൽ ബൗണ്ടറീസ്. പേഷ്യന്റ് തെറ്റായ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, എന്റെ ഹസ്ബൻഡിന് ഒരു ഇല്ലീഗൽ മറൈറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പേഷ്യന്റ് പറഞ്ഞാൽ അതിന് നമുക്കൊരു ഡെല്യൂഷനായി കണക്കാക്കാം. എന്താണ് ഹാലൂസിനേഷൻ ആൻഡ് ഇല്യൂഷൻ? പെർസെപ്ഷൻ ഡിസോർഡേഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് ഹാലൂസിനേഷൻ ആൻഡ് ഡെല്യൂഷൻ. വേർ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ മിസ്ഇന്റർപ്രിട്ടേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സ്റ്റിമുലേ. ഹാലൂസിനേഷൻ, മിസ്ഇന്റർപ്രിട്ടേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്റ്റിമുലേ, ഇറ്റ് ഈസ് ഇല്യൂഷൻ. ഇനി ഡീറിയലൈസേഷൻ ആൻഡ് ഡീപേഴ്സണലൈസേഷനും പെർസെപ്ഷന്റെ അകത്ത് തന്നെ വരുന്ന കണ്ടന്റ് ആണ്. ഇനി 89ാമത്തെ ചോദ്യം. മോസ്റ്റ് സിവിയർ ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രോം ഈസ് ഹാങ് ഓവർ, ഡെലീരിയം ട്രെമൻസ്, ആൽക്കഹോൾ സീഷേഴ്സ് ആൻഡ് ആൽക്കഹോളിക് ഹാലൂസിനേഷൻസ്. അപ്പോ ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രോമിന്റെ സിവിയർ ഫോം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ സിവിയർ ഫോം ഡെലീരിയം ട്രെമൻസ് തന്നെയാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കാനായി നമ്മൾ അതിന്റെ ടൈം ലിമിറ്റും അതിൻ്റെ അകത്ത് വരുന്ന സൈഡ് എഫക്ട് അല്ലെങ്കിൽ അതിന്റെ വിഡ്രോവൽ സിംറ്റംസിന്റെ ഡെവലപ്മെന്റിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ അറിയണം. സോ ആൽക്കഹോൾ നിർത്തി 6 തൊട്ട് 8 മണിക്കൂറിനകത്ത് പേഷ്യന്റിന് ആദ്യമായി ഡെവലപ്പ് ചെയ്യുക എന്താണ്? കോഴ്സ് ട്രെമേഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. Okay, person will start developing cold tremors. Then 12 to 24 hours, the person will start developing alcoholic hallucinosis. 24 to 48 hours, the person will start to develop alcoholic seizures or rum fits എന്ന് നമ്മൾ പറയാറുണ്ട്. Alcoholic seizures അഥവാ rum fits. Then 48 to 72 hours, the patient starts developing delirium tremens, which is a very severe complication of alcoholism. Substance use disorders പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കണ്ടീഷനാണ് ആൽക്കഹോളിസം. ക്ലാസിഫിക്കേഷൻ ബൈ ജെല്ലിനെക്ക്. ദെൻ ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജി ഫോർ ആൽക്കഹോളിസം ബൈ ഡൈസൾഫിറാൻ തെറാപ്പി, അതിന്റെ ഡോസേജ്, അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവയൊക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 48 to 72 അവേഴ്സിനകത്ത് വളരെ സിവിയർ ആയി ഡെവലപ്പ് ചെയ്യുന്ന ആൽക്കഹോൾ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഡെലീരിയം ട്രെമൻസ് ആണ്.
അടുത്തത് 90ാമത്തെ ചോദ്യം, എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പേഴ്സൺ മെയിൻറ്റെയിൻ ദ ബോഡി പോസ്ചർ ഇൻടു വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഈസ് എക്കോപ്രാക്സിയ, കാറ്റാലപ്ലെക്സി, അനർജിയ ആൻഡ് കാറ്റാലെപ്സി. അപ്പൊ നമ്മുടെ സൈക്കാട്രിയിൽ കാറ്റാപ്ലെക്സി ആൻഡ് കാറ്റാലെപ്സി കുട്ടികൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. കാറ്റാപ്ലെക്സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് ഡിസോർഡേഴ്സിനകത്ത് വരുന്ന ഒരു ടെർമിനോളജിയാണ്. നമ്മുടെ അറിയാണ്ട് തന്നെ ഒരാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്, അപ്പൊ മസിൽസ് അറിയാതെ വഴുതി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാറ്റാപ്ലെക്സി എന്ന് പറയുന്നത്. എന്നാൽ കാറ്റാലെപ്സി എന്ന് പറയുന്നത് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കാറ്റാലെപ്സി. വെദർ കാറ്റാലെപ്സി അഥവാ വാക്സി ഫ്ലെക്സിബിലിറ്റി എന്നും പറയാം. നമ്മളെ മെഴുകു പ്രതിമ ഇരിക്കുന്ന പോലെ ഒരു പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്താ കാറ്റാപ്ലെക്സി എന്ന് പറയുക, ഓർ വാക്സി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുക. ഇത് കാണുന്നത് ഏത് കണ്ടീഷനിലാണ്? കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയയിലാണ്. എന്താണ് എക്കോപ്രാക്സിയ? മിമിക്കിംഗ് ഓഫ് ആക്ഷൻസിനെ നമ്മൾ എക്കോപ്രാക്സിയ എന്നും, എന്നാൽ റെപ്പറ്റീഷൻ ഓർ മിമിക്കിംഗ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ അതിനെ എക്കോലാലിയ എന്നുമാണ് അറിയേണ്ടുന്നത്. 91ാമത്തെ ചോദ്യം, ഓർത്തോലാനി ടെസ്റ്റ് ഈസ് ഡയഗ്നോസിസ് ഇൻ respiratory distress, congenital anomalies, congenital hip dislocation and induction of labor. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? അപ്പൊ കൺജനിറ്റൽ ഹിപ്പ് ഡിസ്പ്ലേസ്മെന്റിൽ കാണുന്ന കണ്ടീഷൻ ആണ് എന്ത്? ഓർത്തോലാനി ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തോലാനി ടെസ്റ്റ്, പോസിറ്റീവ് ബാർലോ ടെസ്റ്റ്, അലീസ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ നമ്മൾ കൺജനിറ്റൽ ഹിപ്പ് ഡിസ്ലൊക്കേഷനുമായിട്ട് അറിയേണ്ടുന്നതുകൊണ്ട് നമുക്ക് തിയറിയിൽ കൂടുതൽ പഠിക്കാം. 92ാമത്തെ ചോദ്യം, ആറ്റിറ്റ്യൂഡ് ഓഫ് ഫീറ്റൽ ഹെഡ് ഇൻ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ ഈസ് ഫ്ലെക്ഷൻ, ഡിഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അഡക്ഷൻ. അപ്പോൾ ഓക്സിപിറ്റോ പോസ്റ്റീരിയർ പൊസിഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ ഫ്ലെക്ഷൻ ആണ് എന്നറിയുക. ആൻസർ ഈസ് ഫ്ലെക്ഷൻ. 93, മോർബിഡ്ലി അഡ്ഹറന്റ് പ്ലാസന്റ ഈസ് കോൾഡ് as. മോർബിഡ്ലി അഡ്ഹറന്റ് ആയിട്ടാണ് പ്ലാസന്റ കാണുന്നതെങ്കിൽ എന്ത് പറയും? സക്സെഞ്ചുറീറ്റ, പ്ലാസന്റ സർക്കംവാലേറ്റ്, ബാറ്റൽ ഡോർ പ്ലാസന്റ, പ്ലാസന്റ അക്രീറ്റ. അപ്പോ പ്ലാസന്റയിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റി ആണ് അല്ലേ? പ്ലാസന്റ മോർബിഡ്ലി അഡ്ഹർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ പ്ലാസന്റ അക്രീറ്റ എന്നാണ് പറയുക. സോ പ്ലാസന്റ നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ, സോ ഇഫ് യു സീ ഇറ്റ് ആസ് എ യൂട്രസ്, അപ്പൊ മയോമെട്രിയത്തിന്റെ അകത്തേക്ക് കയറി പ്ലാസന്റ അഡ്ഹർ ചെയ്തിരിക്കുകയാണെങ്കിൽ, മയോമെട്രിയവുമായി അഡ്ഹർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ പ്ലാസന്റ അക്രീറ്റ എന്ന് പറയും. ദെൻ ബാറ്റിൽ ഡോർ പ്ലാസന്റ അല്ലെങ്കിൽ മാർജിനൽ പ്ലാസന്റ എന്ന് പറയും. പ്ലാസന്റ മാർജിനിലേക്ക് അറ്റാച്ച് ചെയ്താണ് കാണുന്നതെങ്കിൽ, ഓക്കെ, മാർജിനിലേക്ക് അറ്റാച്ച് ചെയ്താണ് പ്ലാസന്റ കാണുന്നതെങ്കിൽ ബാറ്റിൽ ഡോർ എന്ന് പറയാം. ഇനിയും ഒരു അക്സസറി ലോബ് പ്ലാസന്റ ഡെവലപ്പ് ആയി അതുമായി അറ്റാച്ച് ചെയ്ത് ഒരു അക്സസറി ലോബും കൂടെ ഡെവലപ്പ് ചെയ്താൽ അതിനെ പ്ലാസന്റ സക്സെഞ്ചുറേറ്റ എന്ന് പറയാം. ഇനി പ്ലാസന്റ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ മാസ്കിംഗ് പോലെ ഒരു കവറേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സർക്കംവാലേറ്റ് പ്ലാസന്റ. അപ്പൊ ഇതൊക്കെ തിയറിയിൽ പറയാനുണ്ട്. ഞാൻ വളരെ കൺസൈസ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. തിയറിയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 94ാമത്തെ ചോദ്യം, ഫോളോയിങ് ഫാക്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ പ്രിവെന്റിംഗ് ഫീറ്റൽ ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്. മുന്നേ നമ്മളൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻസർ വാസ് മെനിഞ്ചോസീൽ. ഐ ഹോപ്പ് യു ആർ റിമെമ്പറിംഗ്. സോ അവിടെ തന്നെ ഞാൻ ആൻസർ പറഞ്ഞിരുന്നു. സോ ഫീറ്റൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടുന്നത് ഫോളിക് ആസിഡ് ആണ്. അപ്പോൾ ഫോളിക് ആസിഡ് ഡെഫിസിറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയ ആദ്യത്തെ 3 മാസത്തിലാണ് കുഞ്ഞിന്റെ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ആ സമയത്താണ് നമ്മൾ ഫോളിക് ആസിഡ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫോളിക് ആസിഡ് മിതമായ ശരീരത്തിൽ ഇല്ല എങ്കിൽ അവിടെ എന്തുണ്ടാവാം? ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് ഉണ്ടാവാം, ക്ലഫ്റ്റ് ലിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ലഫ്റ്റ് പാലറ്റ് പോലുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ വിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് വൈറ്റമിൻ എ ഉണ്ടാക്കുക. വൈറ്റമിൻ ഡി അഥവാ വൈറ്റമിൻ ഡി ഡെഫിസിറ്റ് ആയാൽ റിക്കച്ചിന്റെ പ്രശ്നമാണ് ഉണ്ടാവുക. ഇനി സിങ്ക്, ഇൻസുലിൻ സെക്രീഷനുമായി ബന്ധപ്പെട്ടാണ് സിങ്കിന്റെ ഫംഗ്ഷൻ വരുന്നത്. അതൊരു മൈക്രോ മിനറൽ കൂടെയാണ്. അപ്പോൾ 95ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്രീ എക്ലാംസിയ? പ്രീ എക്ലാംസിയയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പം OBGയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ, എക്ലാംസിയ അല്ലേ? PPHയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ആണ്. എന്താണ്? പ്രഗ്നൻസിയുടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകാവുന്ന കണ്ടീഷനാണ് പ്രീ എക്ലാംസിയ. സോ അവിടെ കാണുന്ന കാര്യങ്ങളാണ് എന്ത്? എഡീമ, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീൻ യൂറിയ ഒക്കെ അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഫിറ്റ്സ് കാണാൻ സാധിക്കില്ല. ഫിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എക്ലാംഷ്യയിൽ കാണാൻ സാധിക്കും. 96, നോർമൽ വെയിറ്റ് ഓഫ് എ പ്ലാസന്റ അറ്റ് ടേം ഈസ്.
ടേം ആയിരിക്കുമ്പോൾ പ്ലാസന്റയുടെ വെയിറ്റ് എത്രയാണ്? 2018 DMEയുടെ ചോദ്യപേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലും ഞാൻ സെയിം ക്വസ്റ്റ്യന് എക്സ്പ്ലനേഷൻ തന്നിരുന്നു. ഒരു പ്ലാസന്റയുടെ വെയിറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വെയിറ്റുമായി പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് കാണുക. ഇപ്പൊ കുഞ്ഞിന്റെ വെയിറ്റ് കുഞ്ഞിന്റെ വെയിറ്റ് 2.5 കിലോയെ കുഞ്ഞിന്റെ വെയിറ്റ് ഉള്ളൂ എങ്കിൽ പ്ലാസന്റയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1/5 ഓഫ് ദ ബേബി വെയിറ്റ് ആണ്. എന്നാൽ 3 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്ലാസന്റൽ വെയിറ്റ് എന്ന് പറയുന്നത് 1/6 ഓഫ് ദ ബേബി വെയിറ്റ് ആണ്. സോ നമ്മുടെ പല ചോദ്യപേപ്പർ നോക്കുമ്പോൾ 1/5 എന്നും 1/6 എന്നും നിങ്ങൾക്ക് ആൻസർ കീയിൽ കാണാം. ഇതാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 1/6 ഓഫ് ദ ബേബി വെയിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം 97. ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഹൈപ്പർ എമിസിസ് ഗ്രാവിഡാരം ഈസ്. ഓപ്ഷൻ എന്തൊക്കെയാ? പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, HCG, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടജൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ചോദ്യം ഫ്രം OBG ആണ്. ഓപ്ഷൻ സി HCGയുടെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടാവുക. അതായത് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ ഇനിഷ്യലി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ആണ്, പിന്നീട് HCG ടേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് സ്പെസിഫിക് ഇൻഡിക്കേറ്റർ ഓഫ് ബീയിങ് എ വുമൺ ആസ് പ്രഗ്നന്റ് എന്ന് പറയുന്നത് HCG കാണുക എന്നുള്ളതാണ്. അപ്പോൾ എവറി 48 hours HCGയുടെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ HCGയുടെ പ്രസൻസ് കൊണ്ടാണ് എന്തുണ്ടാവുക? കൂടുതലായി വൊമിറ്റിംഗ് അല്ലെങ്കിൽ മോർണിംഗ് സിക്നസ് കാണുക. 98ാമത്തെ ചോദ്യം സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ ഇൻ മെനോപാസ്. മെനോപാസ് ഒരു സ്ത്രീ ഉണ്ട്, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ എൻഡ് സ്റ്റേജിനെ മെൻസ്ട്രുവൽ സൈക്കിൾ നിൽക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മെനോപാസ് എന്ന് പറയുക. അതിന്റെ സ്പെസിഫിക് ഇൻഡിക്കേറ്റർ ഏത്? ഹൈപ്പോടെൻഷൻ, ഹൈപ്പോതെർമിയ, ഹോട്ട് ഫ്ലഷ് ആൻഡ് അനോറെക്സിയ. ഹോട്ട് ഫ്ലഷ് ഉണ്ടാവുക എന്നുള്ളതാണ് മോസ്റ്റ് സ്പെസിഫിക് മാനിഫെസ്റ്റേഷൻ ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ ഹോർമോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 99. വെൻ ഈസ് ഫെർട്ടിലൈസ്ഡ് ഓവം നോൺ ആസ് എംബ്രിയോ. ഒരു ഫെർട്ടിലൈസ്ഡ് ഓവം എംബ്രിയോ ആകുന്നത് ഏത് ആഴ്ചയിലാണ് എന്നുള്ളതാണ്. 0 to 8 weeks, 0 to 12 weeks, 12 to 24 weeks and 8 to 32 weeks ആണ് നമ്മുടെ തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഒരു ഓവം സ്പേമുമായി ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക അല്ലേ. അപ്പൊ ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ഫല്ലോപ്പിയൻ ട്യൂബിൽ ആംബ്യൂള എന്ന സ്ഥലത്താണ് ഫ്യൂഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ ഈ ആംബ്യൂളയിൽ ഫ്യൂസ് ആവുന്ന ഓവം സ്പേമും ചേർന്നിട്ട് അത് മൊറുല്ല ആവുന്നു. മൊറുല്ല പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റായി മാറുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലാണ് ഈ ഈ ഫ്യൂസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ആകുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന സ്റ്റേജിലാണ്. പിന്നീടാണ് അത് ഫീറ്റസ് ആയി മാറുന്നത്. പിന്നെ അപ് ടു ബർത്ത് അതെന്താണ്? കുഞ്ഞായി വളരുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ 0 to 8 വീക്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് ലാസ്റ്റ് ചോദ്യം 100. നോർമൽ വെയിറ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുമ്പോൾ നമ്മൾ എത്ര കിലോ കൂടണം? 10 to 12 kg, 7 to 9 kg, 3 to 5 kg, 14 to 18 kg. എത്രയായിരിക്കണം നമുക്ക് കൂടേണ്ടുന്നത്? സോ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എത്ര കിലോ കൂടണം? മിനിമം 10 അല്ലെങ്കിൽ 12 കിലോ വരെ ഭാരം കൂടണം. അപ്പോൾ എത്രയാണ് പ്രഗ്നൻസിയിൽ വേണ്ടുന്ന കാലറി എന്ന് പറയുന്നത്? 300 calories per day ആണ് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക് വേണ്ടുന്നത്. എന്നാൽ ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിൽ അത് 550 calorie per day ആണ്. ലാക്ടേറ്റിംഗിൽ നമുക്ക് കൊടുക്കേണ്ടുന്ന കാലറിക് വാല്യൂ, ഒരു സ്ത്രീ കൂടേണ്ടുന്ന വെയിറ്റ് എത്രയാണ്? 10 to 12 kg ബോഡി വെയിറ്റ് ആണ് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ കൂടേണ്ടുന്നത്. അപ്പോൾ നമ്മുടെ 100 ചോദ്യവും അതിന്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. DME 2014 ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇത്രയും പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ 5th ബാച്ച് അഡ്മിഷൻ പ്രോഗ്രസിംഗ് ആണ്. താല്പര്യമുള്ള കുട്ടികൾ ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനോടൊപ്പം സോഡിയാക് നഴ്സസ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൊടുത്തിട്ടുള്ള ബെൽ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് വാല്യുബിൾ ആണ്. ഞങ്ങളുടെ ടീച്ചിങ് ഇമ്പ്രൂവ്മെൻറ്റിനാണേലും ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണേലും ഒക്കെ നിങ്ങളുടെ കമൻസ് ഞങ്ങൾ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് and be with us. Stay tuned and I'll be back with another updated video. Till then, bye bye. Thank you.